ഈ പാലക്കാട് നടക്കുന്ന ഒരു ക്യാമ്പിനകത്ത് എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് തൻ്റെ ആത്മാവിനെ പകർന്നു. എനിക്കിന്നും ഓർമ്മയുണ്ട് ആ ദിവസങ്ങൾ. 13-ാമത്തെ വയസ്സിൽ ഷാരോൺ ദൈവസഭയുടെ ഒരു ക്യാമ്പ് ഈ പാലക്കാട് വെച്ച് നടന്നു. വർഷങ്ങൾക്ക് പുറകിൽ എൻ്റെ 13-ാമത്തെ വയസ്സിൽ അന്ന് ഞങ്ങൾ ഷാരോൺ ദൈവസഭയ്ക്കകത്ത് പോയി തുടങ്ങുന്ന കാലഘട്ടമാണ്. അന്ന് അവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അനിയമ്പാസ് അനൗൺസ്മെന്റ് നടത്തി. ഈ വെക്കേഷൻ സമയം ഷാരോണിന്റെ ക്യാമ്പ്, സ്തോത്രം, യൂത്തിന്റെ ക്യാമ്പ് പാലക്കാട് വെച്ച് നടക്കുക. എനിക്ക് ഈ ക്യാമ്പ് പണ്ടേ ഇഷ്ടമല്ല, ക്ലാസ്സുകൾ തീരെ ഇഷ്ടമല്ല. പക്ഷെ പാലക്കാട് എനിക്കൊന്ന് കാണണം. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. പാലക്കാട് കാണണം, ക്യാമ്പിന് പോയേ പറ്റൂ. ആദ്യം പോയി ഞാൻ പേര് കൊടുത്തു. ട്രെയിനകത്താ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പേര് കൊടുത്തു. സ്തോത്രം. ക്യാമ്പിന്റെ ആദ്യത്തെ സെക്ഷനൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ബോറായിരുന്നു. സ്തോത്രം. ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ണ് തുറന്ന് ഉറങ്ങാമെന്ന് പറയത്തില്ലേ, നമ്മുടെ ചാച്ചി ചിലരിയ്ക്കുന്ന പോലെ കണ്ണ് തുറന്നായിരിക്കുന്നത്, പക്ഷെ പൂര ഉറക്കുക. സ്തോത്രം. 1-2 ദിവസങ്ങളൊന്നും ഒന്നും പിടികിട്ടിയില്ല. സ്തോത്രം. തീമെന്നൊക്കെ പറയുന്നെങ്കിലും ഒരു സാധനം ആകത്തില്ല, കാരണം ആത്മാവില്ലല്ലോ. സ്തോത്രം. സ്പിരിറ്റ് ഇല്ലെങ്കിൽ ഉറക്കം വരും, മയക്കം വരും, ബോറായിട്ട് തോന്നും, 10 വട്ടം വാച്ച് നോക്കും. അത് ആത്മാവില്ലാത്തതിന്റെ പ്രശ്നമാണ്. സ്തോത്രം. ആമേൻ. ആത്മാവുള്ളവന് സമയം പോകുന്ന അറിയൂല്ല. ഒരു സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ മാറ്റിവരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് വാച്ച് നോക്കിയിട്ട് 3 മണിയായി. എന്നിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കും, ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പോവാ. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഫോൺ ഓഫാക്കി ഒരു കുപ്പി വെള്ളമായിട്ട് റൂമിനകത്ത് കയറി മുട്ടുകൊടുക്കി സ്തോത്രം ചൊല്ലി 1 മണിക്കൂർ പ്രാർത്ഥിക്കുക എന്നുള്ള തീരുമാനത്തിൽ കയറി ഇരുന്നിട്ട് നമ്മൾ എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കും. വീടിന് വേണ്ടി പ്രാർത്ഥിക്കും, കുടുംബങ്ങൾക്ക് വേണ്ടി, പിള്ളേർക്ക് വേണ്ടി, വിദേശത്തുള്ള അച്ചായന് വേണ്ടി, വിസായ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പിന്നെ പാസ്റ്റർക്കും കുടുംബത്തിന് വേണ്ടി സഭയിലെ വിശ്വാസികളെ പേരെല്ലാം ലിസ്റ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. 1 മണിക്കൂർ തേക്കണ്ടേ? ആ തീരുമാനത്തിലല്ലേ കയറിയത്. അങ്ങനെ എല്ലാ വിഷയം റൗണ്ട് അടിച്ച് പ്രാർത്ഥിച്ച് പിന്നെ കേരളത്തിന്റെ ഒരറ്റം തൊട്ട് തുടങ്ങും. ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, അങ്ങനെ തുടങ്ങി അങ്ങ് കാസർഗോഡ്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് വരെ എത്തിയിട്ട് പിന്നെ ഭാരതത്തിന്റെ 29 സംസ്ഥാനങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് കണ്ണുറക്കുമ്പോൾ 10 മിനിറ്റ് പോലും ആകത്തില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. കാര്യം എന്നറിയാമോ? സ്പിരിറ്റ് ഇല്ല, ആത്മാവില്ല. ഇനി ആത്മാവുള്ളവൻ ഒന്ന് ആത്മശക്തി 10 അന്യഭാഷ പറയുമ്പോൾ 3 മണിക്കൂർ പോകുന്ന പോലും അറിയത്തില്ല. അത് ആത്മാവിന്റെ പ്രാർത്ഥനയും അഭിഷേകം ഇല്ലാത്തതിന്റെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. സ്തോത്രം. നോക്കിക്കേ. അപ്പോ ഈ പാലക്കാട് നടക്കുന്ന ക്യാമ്പിനകത്തെ ലാസ്റ്റ് ക്ലോസിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് ചാരി മീറ്റിംഗ്. ചാരി മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അന്ന് എനിക്ക് 13 വയസ്സേ ഉള്ളൂ. ഞാൻ ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ ഞങ്ങളെക്കാൾ സീനിയേഴ്സ് ആയല്ല. അപ്പോൾ ഈ ചാരി മീറ്റിംഗിന്റെ അനൗൺസ്മെന്റ് നടത്തിയ ദൈവദാസൻ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് രാത്രിയിലാണല്ലോ നമ്മുടെ ക്യാമ്പ് അവസാനിക്കുന്നത്, നാളെ രാവിലെ നമ്മളെല്ലാം തിരിച്ച് സ്വദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകുക. അതുകൊണ്ട് ഇന്ന് രാത്രി ടാരി സെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് രാത്രിയിൽ 9 മണി കഴിയുമ്പോൾ ടാരി സെക്ഷൻ ആരംഭിക്കും, ഹോളിൽ എല്ലാവരും വരണം. സ്തോത്രം. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് കയറിയ ചിന്ത എന്നാണെന്നറിയാമോ? എല്ലാ ദിവസത്തേക്ക് ആകുമ്പോൾ 8 മണിയാകുമ്പോൾ തീർത്ത് 8:30 ചപ്പാത്തിയും തന്ന് ഡോർമെട്രി കിടത്തി ഉറക്കും. സ്തോത്രം. പക്ഷെ ഈ സെക്ഷൻ തുടങ്ങുന്നത് 9 മണിക്കാണ്. അപ്പൊ ഇതിനെന്തോ പ്രത്യേകത ഉണ്ട്. അപ്പൊ ഞാൻ സീനിയേഴ്സിന്റെ അടുത്ത് എന്ന് ചോദിച്ചു, അച്ഛാ ഇതെന്നാ ടാരി? നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് കുറച്ച് നാളെ ആയതുള്ളൂ, എന്നാന്ന് അറിയാൻ പാടില്ല, ടാരി സെക്ഷൻ എന്നാ? അപ്പൊ സീനിയേഴ്സ് പറഞ്ഞു, എന്റെ പൊന്നു മകളെ, അതൊരു ഭയങ്കര സെക്ഷനാ. സ്തോത്രം. ഒരു കാര്യം ചെയ്യുക, അത് ഒരു നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് ഇപ്പോഴെങ്കിലും തുടങ്ങിയാൽ എന്ത് ചെയ്യത്തില്ല, തീരത്തില്ല. മക്കളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പിള്ളേരല്ലേ, നിങ്ങൾ വരണ്ട, ഉറക്കം വരും, നിങ്ങൾ ഡോർമെട്രി കിടന്ന് ഉറങ്ങിക്കോ. ഞങ്ങൾ പറയാം, നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ. നമ്മളടുത്ത് ഒരു പ്രശ്നമുണ്ട്, ഈ കൊച്ചു പ്രായത്തിന് ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും നമ്മളടുത്ത് വരരുതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? പോണം. സ്തോത്രം. ഇങ്ങോട്ട് വരാൻ വിളിച്ചാൽ അങ്ങോട്ട് പോണം. അപ്പം വരണ്ട എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി, എന്നാൽ പിന്നെ പോയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. സ്തോത്രം. അതിന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടൊന്ന് പല്ലൊക്കെ തേച്ചും രാത്രി 9 മണിയായപ്പോൾ ടാരി സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ 2 ചപ്പാത്തി കുറച്ച് കഴിച്ചോളൂ, അങ്ങാണ് ഉറക്കം വരുന്നുള്ള ചിന്തയിൽ പോയിരുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. സ്കെൽറ്റായ ഒരു പയ്യൻ. സ്തോത്രം. ഇൻഷത്തൊന്നും ചെയ്തിട്ടില്ല. സ്കെൽറ്റായ ഒരു പയ്യൻ. ആമേൻ. താൻ കയ്യിൽ മൈക്ക് പിടിച്ചു. ആമേൻ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് 1-2 വാക്ക് പറഞ്ഞു. ലൂക്കോസ് 4 കുറിവാക്യമായിട്ട് എടുത്തു. അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്കും. പ്രസംഗിച്ച എന്തുവാണെന്നൊന്നും ഒരു പിടുത്തവും കിട്ടിയില്ല. പക്ഷേ തൻ്റെ വാക്കുകൾ താൻ അഴിച്ചു വിടുമ്പോൾ തന്നെ എന്ത് നമ്മൾ പറയത്തില്ലേ, ഈ പ്ലഗിനകത്ത് കൊണ്ടൊന്ന് കൈ ഏൽക്കുമ്പോൾ കൈ ഷോക്കടിച്ച് താഴെ വീഴുന്നത് പോലെ പറയുമ്പോൾ തന്നെ ശരീരത്തിനകത്ത് എന്തോ അങ്ങ് ചലിക്കപ്പെടുന്നത് പോലെയാ. സ്തോത്രം. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂട്ടത്തിൽ ഏതൊരു യൗവനക്കാരൻ ഇങ്ങനെ തലയെ കൈവച്ച് പറഞ്ഞു ശരീരത്തിന്റെ ബാലൻസിങ് തെറ്റുന്നത് പോലെ. എന്തോ മക്കളെ ഇതിന്റെയൊക്കെ പ്രത്യേകത? പാസ്റ്റർ നിന്നെ പിടിച്ച് കുലുക്കുവാന്നോ? അതൊന്നുമല്ല. മനുഷ്യന്റെ കൈ തൊടാതെ ശരീരത്തിന്റെ ബാലൻസ് തെറ്റുന്നത് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഇതിന്റെ അകത്ത് ഇറങ്ങുമ്പോ നിനക്ക് നിൽക്കാൻ കഴിയുന്നില്ല. മലയുടെ മണ്ടയ്ക്ക് ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോ മല കുലുങ്ങിയെന്ന്. ഒരു സ്തോത്രം പറഞ്ഞേ. പിന്നെ 2 കാലം ഉറച്ചു നിൽക്കുന്ന മനുഷ്യന്റെ ഗതി പറയണോ? മലയ്ക്കകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോ മല കുലുങ്ങിയെങ്കിൽ 2 കാലം ഉറച്ചു നിൽക്കുന്ന മനുഷ്യന്റെ ഗതി എന്നായിരിക്കും? അഭിഷേകം നിന്റെ ശരീരത്തിനകത്ത് ഇറങ്ങി പോകുമ്പോൾ താങ്ങാൻ കഴിയില്ല. സ്തോത്രം. അതൊക്കെ ദൈവസാന്നിധ്യം. ഇതങ്ങോട്ട് പറയുമ്പോ ഭയങ്കര പവർ അകത്ത് ഇറങ്ങുന്നത് പോലെ. അപ്പം ആരും പറയുന്നില്ല, വർഷിപ്പ് ലീഡേഴ്സ് ഒന്നും പറയുവല്ല, ആരോ അകത്തിരുന്ന് സംസാരിക്കുക. എടാ കണ്ണടക്കട, എന്തിനാടാ കണ്ണ് തുറന്നത് കേൾക്കുന്നത്? കണ്ണടക്കടാ, അത് അകത്തിരിക്കുന്ന ആരോ പറയുന്നത് പോലെ. അപ്പൊ കണ്ണടയ്ക്ക്. പേടിയാ, ഇത് ആരോ ഇടപെടുന്നത് പോലെ. കണ്ണടയ്ക്ക്. അപ്പൊ കണ്ണടച്ചു. കണ്ണടച്ചപ്പോ അടുത്ത ഇടപെടൽ മനസ്സിനകത്ത് വരിക. എടാ കൈയും കൂടെ അടിക്കടാ. ഇത് നമ്മൾ ഈ ലീഡേഴ്സ് പറയുമ്പോഴാണ് നമുക്ക് ഇറിട്രേഷൻ ഉണ്ടാക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ഉണ്ടോ? പലർക്കും ഇറിറ്റേഷൻ ഉണ്ടായി. പാസ്റ്റർ പ്രസംഗത്തിന്റെ 10 വട്ടം നിര പാസ്റ്റർ കൈ ഉയർത്താൻ നമുക്കത് ഇറിറ്റേഷനാണ്. പക്ഷെ ഹോളി സ്പിരിറ്റ് പറയുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ അല്ല, ഇത് ആത്മാവങ്ങ് മനസ്സിൽ ഇടപെടുക. കൈയടിക്ക്. അപ്പൊ കൈയടിക്കാൻ തുടങ്ങി, കൈയടിച്ചു. സ്തോത്രം. അതിനിടയിൽ ആമേൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇനി എന്തിനാ ഇരിക്കുന്ന, എഴുന്നേറ്റ് നിൽക്ക്, എഴുന്നേറ്റ് നിന്ന് ആരാധിക്ക്. അപ്പൊ എഴുന്നേക്കാൻ തുടങ്ങി, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തുടങ്ങി. അപ്പൊ ആരോ വന്നും പുറത്ത് മുട്ടുന്നുണ്ട്, ആരുടെയോ പുറത്ത് നമ്മൾ പോയി മുട്ടുന്നുണ്ട്, എവിടേക്കോ പോയി തട്ടുന്നുണ്ട്. പക്ഷെ കണ്ണ് തുറക്കാൻ പേടിയാ, കണ്ണ് തുറന്നാൽ ഇത് പോകുമെന്നുള്ള പേടിയാ. ഒരു സ്തോത്രം പറഞ്ഞേ, സ്തോത്രം. അതുകൊണ്ട് ഈ ശക്തിക്കകത്ത് അങ്ങ് ഇത് പരിശുദ്ധമെന്ന് പറയാനൊന്നും അറിയാൻ പാടില്ല. അങ്ങ് എന്തോ ഒരു പവർ കിട്ടി, സൂപ്പർ നാച്ചുറൽ സാധനകത്ത് വന്നെന്ന് മനസ്സിലായി. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആസ്വദിക്കുക, കൈയടിച്ച് എങ്ങോട്ടൊക്കെ പോയി തട്ടുന്നുണ്ട്, മറിയുന്നുണ്ട്, കസേര നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് കാലൊക്കെ തെന്നി മാറുന്നത് പോലെ മനസ്സിലായി. എന്തൊക്കെയോ സംഭവിച്ചു. അതിനിടയിൽ പ്രാസംഗികൻ എന്തൊക്കെയോ ശക്തിയോടെ പറയുന്നുണ്ട്, പ്രവചനമൊക്കെ നടത്തുന്നുണ്ട്. അതൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ഹോളി സ്പിരിറ്റിനകത്ത് നമ്മളങ്ങ് നിൽക്കുക. കുറെ നേരം കഴിഞ്ഞ് അവസാനം ആരാധന അതിന്റെ എക്സ്ട്രീം ലെവലിനകത്ത് കയറി, പിന്നെ അത് താഴ്ന്ന് നോർമൽ സ്റ്റേജിനകത്ത് എത്തി. അപ്പോ ആ പാസ്റ്റർ പിന്നെ സ്റ്റേജിൽ കണ്ടില്ലേ, ആമേൻ. ആ മീറ്റിംഗിൽ ഇത് ദൈവദാസൻ പറഞ്ഞു, ആമേൻ, വലിയ ദൈവശക്തി ഇന്ന് രാത്രി നമ്മുടെ യോഗത്തിൽ പരിശുദ്ധാത്മാവ് പകർന്നല്ലോ, ഒത്തിരി കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നതൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് പ്രാർത്ഥിച്ച് ഡോർമെട്രിയിലേക്ക് പോകാം, കണ്ണ് തുറക്ക്, പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ രാത്രി 12:20. സ്തോത്രം. 9 മണിക്ക് കൈയടിക്കാൻ തുടങ്ങിയതാ. 3-3.25 മണിക്കൂർ കൈയടിച്ചോ. ആ കൈയടിച്ചിട്ട് ക്ഷീണം വന്നില്ലേ, കൈ കഴച്ചില്ലേ? അപ്പൊ ഇത് നമ്മുടെ ശക്തി അല്ലല്ലോ, ഇതെന്തോ ഹോളി സ്പിരിറ്റാ. അവിടെ മുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. തിരിച്ച് ഡോർമെട്രിയിലേക്ക് എല്ലാവരും സന്തോഷത്തോടെ, ഇന്ന് ഞാൻ കണ്ടു കേട്ടോ, ഞാൻ പ്രാപിച്ചെന്നൊക്കെ പറഞ്ഞ് പലതും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ 13ാമത്തെ വയസ്സിൽ 13 വയസ്സുകാരന് എന്നെ കിട്ടിയെന്ന് പോലും അറിയാൻ പാടില്ലാതെ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഞങ്ങൾക്ക് അഭിഷേകത്തെക്കുറിച്ച് ഒന്നും അന്ന് മനസ്സിലായിട്ടില്ല. എന്തോ ഇറങ്ങിയെന്ന് മനസ്സിലായി. ഈ സംശയത്തോടെ ഇങ്ങനെ പോകുമ്പോൾ അകത്തിരിക്കുന്ന ശക്തിയോട് പറഞ്ഞു, കിട്ടിയത് പരിശുദ്ധാത്മാവാണെങ്കിൽ എൻ്റെ അടുക്കൽ ആരെങ്കിലും വന്ന് ചോദിക്കണം, നിനക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയോ എന്ന്. അതായിരിക്കണം അടയാളം. 13ാമത്തെ വയസ്സിൽ ഒരു കൊച്ചിന്റെ പ്രാർത്ഥന. ഡോർമെട്രി കയറുന്നതിനേക്കാൾ മുമ്പ് പുറകിൽ വന്ന ഒരാൾ ചോദിക്കണം, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് കിട്ടിയോ എന്ന്. ഈ പ്രാർത്ഥനയോടെ സ്തോത്രം പറഞ്ഞ ഡോർമെട്രിക്കകത്ത് കാലെടുത്ത് വെക്കാൻ നേരം തോളിൽ ഒരാൾ വന്ന് തൊട്ടിയിട്ട് ചോദിച്ചു, ഡാ നീ അഭിഷേകം പ്രാപിച്ചോ? തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങളുടെ ചർച്ചിന്റെ മദർ ആന്റിയാ. ഒരു സ്തോത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മദർ ആന്റി പറ, ഞാൻ അഭിഷേകം പ്രാപിച്ചോ? മദർ ആന്റി പറഞ്ഞു, നീ മലയാളം അല്ലാതെ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞു, എന്താണ്ടൊക്കെ കലവിലാന്ന് പറഞ്ഞു. ആന്റി പറഞ്ഞു, എടാ നീ അന്യഭാഷ പ്രാപിച്ചടാ. അയ്യോ, സ്വർഗം കിട്ടിയതുപോലായിരുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാം, അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയല്ല. 4 സമയങ്ങളായി, 4 ഗ്യാപ്പുകളായി, 4 ടൈമിനകത്തായി ചാടി എഴുന്നേറ്റു. 2 മണിക്കൂർ ഇടവേളകൾക്കകത്ത് ചാടി എഴുന്നേറ്റു. ബെഡിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ബെഡിൽ ഇരിക്കാൻ പറ്റണല്ലോ. ആ ഡോർമെട്രി നടന്നും ഇരുത്തുമൊക്കെ. അവിടെ മുതൽ ഒരു യാത്ര ആരംഭിച്ചതാച്ചാ. 14ാം വയസ്സിൽ പ്രസംഗവേദിക്കകത്തേക്ക് തമ്പുരാൻ കൈപിടിച്ച് കയറ്റി. 14ാം വയസ്സിൽ തുടങ്ങിയ പ്രസംഗ ജീവിതം ഇന്ന് 35ാമത്തെ വയസ്സിൽ വന്ന് നിൽക്കുമ്പോൾ ഉറപ്പിച്ച് ഞാൻ പറയാം, സർട്ടിഫിക്കറ്റ് അല്ല നിന്നെ ഉയർത്തുന്നത്, കുലശ്രേഷ്ഠതയല്ല. അല്ലേലും അഭിഷേകത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പെട്ടിക്കകത്തിരിക്കും. അഭിഷേകമുണ്ട്, ശിരസിന്റെ മണ്ടക്കിരിക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയോടെ പറ, ഈ യോഗത്തിനകത്ത് ഞങ്ങളുടെ യൗവനക്കാരുടെ മേൽ അതിനേക്കാൾ വലിയൊരു വ്യാപാര ശക്തി ഇന്ന് രാത്രി ചലിച്ചിറങ്ങോ എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഒരു കൂടുപൊട്ടി പുറത്തു വരുന്നത് പോലെ നിന്നെ അടച്ചു വെച്ച സകല മേഖലയുടെ കെട്ടുകളെയോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിന്റെ അതിർവരമ്പുകളെ പൊട്ടിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. നിന്റെ കൊച്ചിന്റെ ബുദ്ധിമണ്ഡലത്തെ കെട്ടിയത് ആത്മാവ് ഇന്ന് രാത്രി ഇറങ്ങി വന്ന് അഴിക്കുക. നിന്റെ കൊച്ചിന്റെ ഉദരത്തെ കെട്ടിയത് ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റ് അഴിക്കുക. പരിശുദ്ധാത്മാവിനോട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. എന്റെ വഴികളെ അടച്ചു വെച്ചവ ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റ് വന്ന് തുറക്കുന്ന രാത്രി യേശുവിന്റെ നാമത്തിൽ അഭിഷേകം. ചാർജ് തീർന്നൊരു ഫോണിനകത്ത് ചാർജ് കയറ്റുന്നത് പോലെ, ഇന്ധനം തീർന്നൊരു വാഹനത്തിനകത്ത് ഇന്ധനം നിറയ്ക്കുന്നത് പോലെ ഇന്ന് രാത്രി അഭിഷേകം നിന്റെ ശിരസിനകത്ത് വ്യാപരിക്കുമ്പോ നിന്റെ ആത്മീയ റലകളെ നീ ഷടകുളഞ്ഞെഴുന്നേൽക്കാൻ പോവുക. നിന്റെ ശക്തിക്കകത്ത് നീ ഇന്ന് രാത്രി കയറി വരാൻ പോവുക. വിശ്വസിക്കുന്നവർ ആ അഭിഷേകം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ പൂർവാധികം ശക്തിയോടെ ജീസസ്. ഈ അഭിഷേകത്തിന്റെ 2ാമത്തെ പ്രത്യേകത, ഇത് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. എന്നാൽ ഈ അഭിഷേകത്തിന്റെ 2ാമത്തെ പ്രത്യേകത, ഇത് മൺകൂടാര ശരീരത്തിനകത്ത് പകർന്നതാ. ഈ അഭിഷേകം മൺകൂടാര ശരീരത്തിൽ പകർന്നതാ. സ്തോത്രം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ഇത് ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഇത് ഞങ്ങളുടെ മൺകൂടാര ശരീരത്തിനകത്ത് ദൈവം ചെയ്തിരിക്കുക, പകർന്നിരിക്കുക. ഈ ശക്തി നമ്മുടെ ശരീരത്തിനകത്ത് ആ ശരീരത്തിനകത്ത് അഭിഷേകം ഇറങ്ങിയപ്പോൾ ആ ശരീരത്തിന്റെ അകത്തുനിന്ന് വെയിലടിച്ചപ്പോൾ വെയിലിന്റെ നിഴൽ വെട്ടം പുറത്തിയാടിയ നിഴല് തൊട്ടവന്റെ മേൽ ദൈവപ്രവൃത്തി നടന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ.
അത് അകത്ത് കയറിയ അഭിഷേകത്തിന്റെ ശക്തിയുടെ പ്രത്യേകതയാ. കൊണ്ടു നടന്ന റൂമാലൊരുത്തന്റെ മേലിട്ടപ്പോൾ അവൻ വിടുതൽ പ്രാപിച്ചു. ഒരു സ്വത്രം പറഞ്ഞേ. അപ്പൊ ഈ ശക്തിയുടെ പ്രകടനം എന്നാ ഭയങ്കരവാ. ഇന്ന് രാത്രി കൊതിക്കുന്നുണ്ടോ? എനിക്ക് ഈ ഒരു തലത്തിലേക്കൊന്ന് കയറി വരണം. ഞായറാഴ്ച 2 കൈയടിച്ച് എനിക്ക് ജീവിതം തീർക്കാൻ മനസ്സില്ല പിശാചി എന്ന് പറ. ഈ അഭിഷേകം എൻ്റെ മേൽ ഇറങ്ങി വന്നാൽ ഞാൻ ഇവിടെ ഒതുങ്ങുകയില്ല. നീ പുറപ്പെടും. മക്കളെ, എപ്പോഴും ഞാൻ സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട്, ഇന്നും എനിക്ക് ഫ്ലുവൻ്റായിട്ട് അറിയാവുന്ന ഒറ്റ ഭാഷയുള്ളത് മലയാളമാണ്. സ്വത്രം. മലയാളവും അന്യഭാഷയല്ലാതെ വേറൊരു ലാംഗ്വേജ് എൻ്റെ നാവി ഫ്ലുവൻ്റായിട്ട് വരികയില്ല. കേവലം മലയാളം മാത്രം അറിയാവുന്ന എന്നെ ഈ പ്രായത്തിനിടയിൽ കർത്താവ് ഇത്ര ഓടിച്ചെങ്കിൽ, പാലക്കാട് നടന്നൊരു കൊച്ചു ക്യാമ്പിനകത്ത് വീണൊരു തീപ്പൊരി ഈ 35 വയസ്സ് വരെ എന്നെ കൊണ്ടു നടന്നെങ്കിൽ, ഇതിന്റെ എക്സ്ട്രീ ലെവലൊന്ന് വെളിപ്പെട്ട് വന്ന നീ ഏതറ്റം വരെ പോവും? ഉറപ്പിച്ച് ഞാൻ പറയാം, വിദ്യാഭ്യാസം അല്ല നിന്നെ ഉയർത്തുന്നേ, അഭിഷേകം. കാടിന്റെ വനാന്തരങ്ങൾക്കകത്ത് എഴുതത്തള്ളപ്പെട്ടുപോയ ദാവീദിനെ ദൈവം രാജാവാക്കുന്നത് വിദ്യാഭ്യാസമല്ലല്ലോ, അപ്പന്റെ ശ്രേഷ്ഠതയല്ലല്ലോ. വണ്ണമുള്ളവനും പൊക്കമുള്ളവനും അഴകുള്ളവനും അറിവുള്ളവനും ജ്ഞാനമുള്ളവനും വീടിനകത്ത് നിന്നപ്പോൾ ദൈവത്തിന്റെ തൈലക്കൊമ്പ് നിന്റെ മേൽ വീണതല്ലയോ? നിന്റെ കൊട്ടാരത്തിന്റെ പദവിയിലേക്ക് ഇന്ന് രാത്രി ഉയർത്തണമെങ്കിലും അഭിഷേകം നിന്റെ ശിരസിനകത്ത് വ്യാപരിക്കണോ? ട്യൂഷനും സ്പെഷ്യൽ ട്യൂഷനും നിന്നെ എങ്ങും എത്തിക്കത്തില്ല. ഇന്ന് രാത്രി കൃപയുള്ള ദൈവത്തിന്റെ കുഞ്ഞു പറ, പരിശുദ്ധാത്മാവ്. ഇനി അഭിഷേകത്തിന്റെ 3ാമത്തെ പ്രത്യേകത കേൾക്കണോ? പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള 3ാമത്തെ തലം വേദപുസ്തകം പറയുന്നത് ഇത് സഹായകനാണ്. സഹായകൻ ഒന്ന് പറഞ്ഞേ. ശരിക്കും ഈ മൂലഭാഷയുടെയൊക്കെ അർത്ഥം പരിശുദ്ധാത്മാവിന് 5 തലങ്ങളിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതൊക്കെ ബൈബിൾ ക്ലാസ്, അതൊക്കെ പോകാൻ നിന്ന് ഒത്തിരി സമയം നമുക്ക് പോകും. സ്തോത്രം. ഈ ഹോളി സ്പിരിറ്റിന്റെ വിവേചനത്തിൽ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിവേചനത്തിന് 5 തലങ്ങളാണ് ബൈബിൾ സെമിനാരി പ്രധാനം പഠിപ്പിക്കുന്നത്. അതിനകത്ത് ഒന്നിന്റെ അർത്ഥം സഹായകൻ എന്നാണ്, ഹെൽപ്പർ എന്നാ എന്ന് പറഞ്ഞേ. എന്നാൽ വേറൊരു വാക്കുണ്ട്, ഹോളി സ്പിരിറ്റിന് കിടക്കുന്ന മറ്റൊരു വാക്ക് അഡ്വക്കേറ്റ് എന്നാ. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ? അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതെനിക്കറിയാലോ, ഞാൻ അത്രയും മണ്ടനൊന്നുമല്ല. ഇച്ചിരി കൂടെ നല്ലൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു കേസ് വന്നു, ആ കേസിനകത്ത് നിങ്ങൾ കുറ്റക്കാരാണെങ്കിലും നിങ്ങൾക്കൊരു വക്കീലുണ്ടെങ്കിൽ കോടതിക്കകത്ത് കയറി വാദിക്കുമ്പോൾ ആരുടെ പക്ഷം പിടിക്കും? സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൽ കിടക്കുന്ന ക്ലിയർ വാക്ക് അതാണ്. പരിശുദ്ധാത്മാവ് നിന്റെ വക്കീല. തെറ്റൊക്കെ ഉണ്ട് നിന്റെ ജീവിതത്തിൽ, ഇച്ചിരി ഗുരുത്തക്കേടൊക്കെ ഉണ്ട്, അതൊക്കെ പരിശുദ്ധാത്മാവിന് അറിയാം. പിന്നെ പിശാചിന്റെ കയ്യിലെ ഗോതമ്പ് പാറ്റുന്നൊരു ഒന്നായി പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അങ്ങ് പക്ഷം പിടിച്ചു വാദിക്കുക. സ്തോത്രം. അല്ല, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നമ്മുടെ വിശുദ്ധി അല്ല നമ്മൾ ഇവിടം വരെ എത്തിച്ചത്. ഹോളി സ്പിരിറ്റ് നമുക്ക് ഇടനിലക്കാരനായി നിൽക്കുന്നത് കൊണ്ടാ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാ. സ്തോത്രം. അപ്പൊ ആമേൻ. 3ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ഒരു ഹെൽപ്പറാണ്. ഇനി ആ വാക്കിനെ ഞാൻ ഒത്തുകൂടെ പറഞ്ഞേച്ചും നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് വരണം. വാക്യം അവിടെ കിടക്കുന്നേ ഉള്ളൂ. സ്തോത്രം. ഈ ഹെൽപ്പർ എന്ന് പറയുന്ന വാക്കിനെ ഞാൻ ഇച്ചിരി കൂടെ വിശദീകരിക്കാം. എനിക്ക് നാളെ രാവിലെ ഒരു 10,000 രൂപ അത്യാവശ്യമായി വേണം. 10,000 ഉദാഹരണമാണേ, എനിക്ക് പൈസയുടെ ആവശ്യമില്ല, ടെൻഷനൊന്നും അടിക്കേണ്ട, ആരൊക്കെ മുഖമൊക്കെ വാടി പേടിക്കേണ്ട, തരുമൊന്നും വേണ്ട, ഉദാഹരണമാണ്. സ്തോത്രം. നാളെ രാവിലെ എനിക്ക് 10,000 അത്യാവശ്യമായിട്ട് വേണം. ഒരു 10,000 രൂപ തരുമോ വെച്ചാ? അയ്യോ, അത് പറഞ്ഞപ്പോഴേ പുള്ളിയുടെ മുഖം മാറി. ഒരു സ്തോത്രം പറഞ്ഞേ. ഇവിടെയാണ് പരിശുദ്ധാത്മാവിനെ ഞാൻ സഹായകനായി ചോദിക്കുന്നത്. ഇദ്ദേഹത്തെ ഇപ്പൊ ഞാൻ രാവിലെ കണ്ടു, എനിക്കൊരു ആത്മീയ ബന്ധം ഉണ്ടായി. വേണമെങ്കിൽ എനിക്കൊരു 10 രൂപ ചോദിക്കാം. ഒരു അഡ്രസ്സുള്ള പാസ്റ്റർ ആണല്ലോ, ഞാൻ അഡ്രസ്സ് കൊടുത്തിട്ട് അച്ഛാ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെങ്കിൽ എനിക്ക് തരാതിരിക്കും, അതൊന്നും വിഷയമല്ല. പക്ഷേ ഇവിടെ ഞാൻ അപ്പൊ ഹോളി സ്പിരിറ്റ് എന്നോട് ചോദിക്കുക, എടാ നീ പ്രസംഗിക്കുമ്പോൾ പറയുന്നല്ലോ ഞാൻ സഹായകനാന്ന്. ആ പുള്ളിയോട് ചോദിക്കുന്നതിന് പകരം എന്നോട് ചോദിച്ചാൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മാവിനോട് ഞാൻ സഹായം ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്യും. പരിശുദ്ധാത്മാവ് നേരെ ആ പുള്ളിയോട് ഇടപെടും. അപ്പൊ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഫണ്ട് എനിക്ക് വേണ്ടി തുറക്കും. സ്തോത്രം. ഞാൻ ഹെൽപ്പർ എന്ന് പറയുന്ന വാക്കിന്റെ ഏറ്റവും ലോക്കൽ പദമാണ് പിടിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സഹായത്തിനായിട്ട് വിളിക്കണം കേട്ടോ. മനുഷ്യന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തുന്നതിനേക്കാൾ മുമ്പ്, ബാങ്കിൽ കയറി ഇറങ്ങി മനസ്സുമടിക്കുന്നതിനേക്കാൾ മുമ്പ്, ലോൺ പാസ്സാകാൻ വേണ്ടി ഈ ചെരുപ്പ് തെയ്യുന്നതിനേക്കാൾ മുമ്പ് ആദ്യം നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ഹെൽപ്പറായിട്ട് ചോദിക്കണം, ഹോളി സ്പിരിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങണേ, പരിശുദ്ധാത്മാവേ എനിക്ക് വേണ്ടി സഹായകനായി ഒന്ന് ചലിക്കണേ, എനിക്ക് വേണ്ടി ചിലരോടൊന്ന് ഇടപെടണേ. അങ്ങനെ ഇടപെടുമ്പോൾ ആത്മാവ് പലരോടും ഇടപെടും. അവരുടെ മനസ്സ് തുറക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളായി മാറും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിച്ചോ, ഇവിടെ കിടക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്കല്ല, ഇവിടെ കിടക്കുന്നത് ഭൂതം, പൈശാചികാത്മാവ്. ഈ ഭാഗത്തെ ഒന്ന് പറഞ്ഞ് വെട്ടിയായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അകത്ത് കിട്ടിയ ആത്മാവ് ഉയർപ്പിന് ശേഷം എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ്
കണ്ണിന്റെ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ എൻ്റെ കർത്താവ് പറഞ്ഞു. അടുത്ത യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ അറിയത്തില്ല. വാക്ക് എങ്ങനെയാ? അവൻ അവരുടെ മേൽ ഊതി. എന്തോ ഇതു? ആദ്യം ഊതിയത് ആരാ? ആദ്യം ഊതിയത് ഇംഗ്ലീഷുകാരൊന്നുമല്ല, ആഫ്രിക്കക്കാരൊന്നുമല്ല. ആദ്യം ഊതിയത് ആരാന്നറിയാമോ? അത് നമുക്ക് അത്രയും പിടിക്കാൻ പറ്റണല്ലേ. സ്തോത്രം. അതൊക്കെ അതൊന്നും ഞങ്ങൾക്ക് അത്രയും സ്തോത്രം. സത്യത്തിൽ ആദ്യം ഊതിയത് ബിബ്ലിക്കൽ ടോണാണ്. ആദ്യം ഊതിയത് പിതാവായ ദൈവമാണ്. സ്തോത്രം. എവിടെ? ഏദൻ തോട്ടത്തിൽ. അതെന്തിനായിരുന്നു? ഹോളി സ്പിരിറ്റ് അല്ല, മനുഷ്യാത്മാവ്. ഇപ്പം തന്റെ പുത്രൻ വന്ന് ഊതിയിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. സ്തോത്രം. എന്ന് വെച്ചാൽ ആ ആത്മാവ് ഹോളി സ്പിരിറ്റാ. എന്ന് വെച്ചാൽ പിതാവായ ദൈവം ഊതിവിട്ട മനുഷ്യാത്മാവിന്റെ അകത്ത് പുത്രനായ കർത്താവ് ഊതി ഹോളി സ്പിരിറ്റിനെ കൊടുക്കുക. സ്തോത്രം. നിൽക്കട്ടെ, അത്രയും മനസ്സിലായേ? ഇതൊരു ഗിഫ്റ്റ് പോലെ അവർക്ക് കൊടുത്തിട്ട് വാക്തത്വത്തിന്റെ പരിശുദ്ധാത്മാവിനെ കിട്ടും. ഊതി വിട്ടേച്ചും പറഞ്ഞു ഇനി നിങ്ങൾ പോയി കാത്തിരുന്നാൽ മതി. ആമൻ. കാത്തിരിപ്പിനകത്ത് ഞാൻ ശക്തി പകരും. ആമൻ. 1, 2, 3, 4, 5, 6, 7, 8, 9 ദിവസങ്ങൾ വാക്തത്വത്തിന്റെ ഹോളി സ്പിരിറ്റ് ഇറങ്ങുന്നില്ല. നാട്ടുകാരെല്ലാം മണ്ടന്മാര് പൊട്ടന്മാരെന്ന് വിളിച്ച് കളിയാക്കുമ്പോ പെന്തക്കോസ് ഡേ വന്നപ്പോ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അഗ്നിജ്വാല പോലെ, പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ അവർക്ക് വേണ്ടി പ്രത്യക്ഷമാകാൻ തുടങ്ങി. ആമേൻ. അഭിഷേകത്തിന്റെ ശക്തിക്കകത്ത് 2 എണ്ണം പുറത്തു ചാടി. 1 പത്രോസും 2 യോഹന്നാനും. അഭിഷേകത്തിന്റെ ശക്തിയിൽ പുറത്തുചാടിയ 2 എണ്ണം ആലയത്തിന്റെ ഫ്രണ്ടിൽ പോയി. സുന്ദരമെന്ന ദൈവാലയ ഗോപുരം, പേരുകൊണ്ട് മനോഹരമാ, പക്ഷെ ഒരു മുടമ്പനിരിക്കുക. അവനെ നോക്കി പറഞ്ഞു വെള്ളി ഞങ്ങൾക്കില്ല, പൊന്നി ഞങ്ങൾക്കില്ല, പക്ഷെ അകത്ത് കയറിയൊരു ആത്മാവുണ്ട്. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നിന്നോട് പറയുന്നെന്ന് പറയുമ്പോഴോ അവന്റെ നരിയാണി എന്ത് ചെയ്തു? ഉറപ്പിച്ചു. മോനെ, എന്റെ ചോദ്യം, ഇവന്റെ പ്രശ്നം എവിടാ വാസേ? ഈ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിന്റെ മുമ്പിലിരിക്കുന്ന മുടന്നിന്റെ പ്രശ്നം എവിടാ? കാലയിലാണ്. സ്തോത്രം. പക്ഷെ ഇവര് ബൈബിളിൽ കിടക്കുന്ന വാക്ക്, പത്രോസ് യോഹന്നാൻ അവനെ ഉറ്റുനോക്കിയിട്ട് കൈ പിടിച്ചു, എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഇവന് കൈക്ക് കുഴപ്പമുണ്ടോ? ഇവൻ എവിടാ കുഴപ്പം? അപ്പൊ ഞാൻ പത്രോസിനോട് പറയാം, അച്ഛാ കൈ വിടച്ചാ, കാലെ കയറി പിടിക്ക്, കാലെ പിടിച്ചിട്ട് പറ, ഉറപ്പിക്കട്ടെ. അങ്ങനല്ലേ പ്രാർത്ഥിക്കണ്ടേ? പത്രോസ് നമ്മളോട് തിരിച്ചു പറയും, ഞങ്ങളല്ല ഇവനെ ഉറപ്പിക്കുന്നേ, ഞങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കൈയോടൊന്ന് ചേർത്ത് പിടിക്കുക. 2 പേർ കരം ചേർത്ത് പിടിക്കുമ്പോൾ ഇവനെ ഉറപ്പിക്കുന്ന ഒരു ആത്മാവ് ഇവന് വേണ്ടി ഇറങ്ങി വരും. എന്ന് വെച്ചാൽ പാസ്റ്ററും പ്രവാചകനും പ്രാസംഗികനും പാതിരിയുമല്ല നമ്മളെ ഉറപ്പിക്കുന്നത്. നമ്മളെ ഉറപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. അവിടെ മുതൽ ആത്മാവ് ജനത്തിന്റെ മേൽ സ്വർഗം പകരാൻ തുടങ്ങി. അഭിഷേകത്തിന്റെ ഒരു തലം അങ്ങനെ മൂവ് ആകുക. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് മനുഷ്യാത്മാവല്ല, ആമേൻ, ദൈവാത്മാവല്ല. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് അശുദ്ധാത്മാവ്. അശുദ്ധാത്മാവ്. നമ്മൾ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തിലേക്കൊക്കെ വരുന്നേ ഉള്ളൂ. സ്തോത്രം. ഈ അശുദ്ധാത്മാവ് ഇവന്റെ മേൽ കയറിയ സംഭവവും ഈ നാടിനെയും കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ദൈവദാസൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 11:45 ട്രെയിൻ ഉള്ളൂ, അതുകൊണ്ട് പാസ്റ്റർ ഒരു 11 മണി വരെ എടുത്തോളാനാ പറഞ്ഞത്. 11 മണി വരെ ഒന്നും പോകുന്നത് ശരിയൊന്നുമല്ല, അതൊക്കെ ഭയങ്കര മോശം. ഒരു 10 ആകുമ്പോൾ നമുക്ക് യോഗം നിർത്തി സന്തോഷത്തോടെ വീട്ടിൽ പോകണം. ഒരു സ്തോത്രം പറഞ്ഞേ. നെഞ്ചത്തോട് ഇടിവാള് പാസ് ചെയ്തു പാസ്റ്റർ. അത്രയൊന്നും പോയില്ല. ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയം എനിക്കും അറിയാം, നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാം. ശ്രദ്ധിച്ചോ. സ്തോത്രം. മക്കളെ, ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ റീഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇംഗ്ലീഷ് ബൈബിള്? ഓക്കെ. നിങ്ങൾ ഈ ബൈബിളിനകത്ത് ചില വിഷയങ്ങൾ ഇവിടെ ഇപ്പം അശുദ്ധാത്മാവെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് പൈശാചിക ആത്മാവാണെന്ന് നിശ്ചയമായി മനസ്സിലാക്കാം. എന്നാൽ ചില സമയത്ത് ചില ഇംഗ്ലീഷ് വേർഷനകത്ത് പരിശുദ്ധാത്മാവിനും ഹോളി സ്പിരിറ്റിനും അല്ലെങ്കിൽ ഡെവിൾ സ്പിരിറ്റിനും ഹ്യൂമൻ സ്പിരിറ്റിനും എല്ലാം സ്പിരിറ്റ് എന്ന് മാത്രമേ കിടക്കുകയുള്ളൂ. അപ്പം നമുക്കൊരു ആശങ്ക ഉണ്ടാകും, ഇത് മനുഷ്യാത്മാവാണോ, ഇത് ഹോളി സ്പിരിറ്റ് ആണോ, അല്ലെങ്കിൽ ഇത് പൈശാചികാത്മാവാണോ എന്നൊരാശങ്കയുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ അതിന്റെ ലെറ്റർ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. സ്പിരിറ്റിന്റെ ലെറ്റർ എന്ന് പറഞ്ഞ സ്പിരിറ്റിന്റെ ലെറ്റർ, ഞാൻ ഇംഗ്ലീഷിൽ ഭയങ്കര വീക്കാ. ഓക്കെ മക്കളെ, ഈ എസ് എന്ന് എഴുതിയിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ, ഇംഗ്ലീഷ് വേർഷനകത്ത് എസ് എന്ന് എഴുതിയിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ഉറപ്പിച്ചോണം അത് ഹോളി സ്പിരിറ്റ് ആണ്. ബൈബിളിനകത്ത് എവിടെ ഇംഗ്ലീഷ് ലെറ്ററിൽ സ്പിരിറ്റ് എന്ന് പറയുന്ന വാക്കിന് എസ് ക്യാപിറ്റൽ വന്നാലും അത് ഹോളി സ്പിരിറ്റാ. എന്നാൽ എസ് സ്മാൾ ലെറ്റർ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അത് ഒന്നെങ്കിൽ ഡെവിൾ സ്പിരിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമൻ സ്പിരിറ്റ് ആയിരിക്കും. പിന്നെ അത് വായിക്കുമ്പോൾ കുറേ കൂടെ നമുക്ക് കൺഫേം ആകും. അത്രയും മനസ്സിലായോ? കരമൊന്ന് ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, നല്ല അറിവുള്ള ഗ്രൂപ്പാണ്, നിങ്ങൾ നന്നായിട്ട് അത് ഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക. ശ്രദ്ധിച്ചേ, ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തെ കൃത്യമായിട്ട് കിടപ്പുണ്ട്. അതിന്റെ സ്പിരിറ്റ് എസ് ആണോ സ്മാൾ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അശുദ്ധാത്മാവ് ഉള്ള ഒരു മനുഷ്യൻ, അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ അത് വളരെ കാലമായി അവനെ ബന്ധിച്ചിരുന്നു. ഈ ബൈബിളിനകത്ത് ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ വിഷയത്തിന്റെ രൂക്ഷത മനസ്സിലാക്കാൻ ഇങ്ങനെ കുറെ വാക്യങ്ങൾ എഴുതിക്കും. അത് വളരെ കാലമായി അശുദ്ധാത്മാവുണ്ടെന്ന് എഴുതിയാൽ പോരെ, വളരെ കാലമായി, ബഹുകാലമായി എന്നൊക്കെ പറഞ്ഞാൽ ആ വിഷയത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കാനാ. ഇങ്ങനെ കുറെ വാക്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. ഒരു വാക്യം ഞാൻ പറയാം.
അവൾ പ്രസവിച്ചിട്ടുമല്ല മച്ചിയല്ലോ. അതെന്നാ വാക്കാ? പ്രസവിച്ചിട്ടില്ലെന്ന് എഴുതിയാ പോരെ, അല്ലെ മച്ചിയാന്ന് എഴുതിയാ പോരെ? പക്ഷെ ഇത് രണ്ടും കൂടെ കൊലാബറേറ്റ് ചെയ്ത് വന്നത് ആ വിഷയത്തിന്റെ രൂക്ഷത മനസ്സിലാക്കാനാ. അവൾ പ്രസവിച്ചിട്ടുമില്ല, മച്ചിയല്ലയോ. പരിശുദ്ധാത്മ ദൂതൻ സെക്കരിയാവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ സെക്കരിയാവ് എന്ന് പറഞ്ഞു, ഞാൻ വയസ്സ് ചെന്നില്ലേ, ഞാൻ വൃത്തനല്ലോ. അതെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ആ വിഷയത്തിന്റെ രൂക്ഷത മനസ്സിലായി. പ്രായമായി, ഇനി ആ വിഷയം എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അതിന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ശ്രദ്ധിച്ചോ, അതുപോലത്തെ ഒരു വാക്കാണ് ഇവിടെ കിടക്കുന്നത്. ബഹുകാലമായി എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അവൻ എത്ര വർഷമായിട്ട് എന്ത് ചെയ്യുക, ബന്ധിക്കപ്പെട്ട് കിടക്കുക. ബഹുകാലമായി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ബഹുകാലമായി അതവനെ ബാധിച്ചിരുന്നു. സ്തോത്രം. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അടുത്ത വാക്ക്, അവൻ ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ചും സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ, ഒരു പ്രധാനപ്പെട്ട വാക്ക് പറയുക, അവന് ബന്ധനം പൊട്ടിക്കാൻ ആരുടെങ്കിലും സഹായം വേണോ പാസ്റ്റേ? ബന്ധനം പൊട്ടിക്കാൻ ആരെങ്കിലും ഹെൽപ്പ് വേണോ? 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വിളിക്ക് വേണോ? പാസ്റ്റർമാരെ കൊണ്ടുവരണോ ഈ ബന്ധനം പൊട്ടിക്കാൻ? ചങ്ങലയല്ല കിടക്കുന്നത്. ചങ്ങലയും ഇനി മറ്റൊരു വെർഷന് കിടക്കുന്ന വിലങ്ങെന്ന. ഈ കയറാണെങ്കിൽ പൊട്ടിക്കാൻ പറ്റും, വിലങ്ങ് പൊട്ടിക്കാൻ പറ്റുമോ? വിലങ്ങ് പൊട്ടിക്കാൻ പറ്റുമോ? വിലങ്ങ് കണ്ടിട്ടുണ്ടോ? ചങ്ങല കണ്ടിട്ടുണ്ടോ? ഓക്കെ, അത് കണ്ടിട്ടുണ്ട്. ഈ ചങ്ങല പൊട്ടിക്കുന്ന ചെറിയ പണിയാണോ? അല്ല. അപ്പൊ അവന് സത്യത്തിൽ അവൻ ഈ ചങ്ങല ഈ കല്ലിനകത്ത് ഇങ്ങനെ ഓരച്ചെന്നൊക്കെയാണ് നമ്മളങ്ങ് വിവേചിങ്ങനെ ഓരച്ച് അതിനെ ചൂട് പിടിപ്പിച്ച് അത് പൊട്ടണമെങ്കിൽ അവന്റെ ബലം ചെറിയ ബലമൊന്നും അല്ല. അവനെ ബന്ധിച്ചിരുന്ന ചങ്ങലയും അവനെ ബന്ധിച്ചിരുന്ന വിലങ്ങും പൊട്ടിക്കാൻ അവൻ ആരുടെ സഹായം വേണ്ട. പക്ഷെ ആരുടെ സഹായം വേണം? അവന്റെ അകത്തുള്ള സ്പിരിറ്റ്. ഏത് സ്പിരിറ്റ്? അശുദ്ധാത്മ. ഇനി എന്റെ ചോദ്യം, അവന്റെ അകത്തുള്ള സ്പിരിറ്റ് ആണോ വലുത്, നമ്മുടെ അകത്തുള്ള സ്പിരിറ്റ് ആണോ വലുത്? പക്ഷെ അവന്റെ അകത്തെ സ്പിരിറ്റിൽ അവൻ എന്തോ പൊട്ടിക്കുന്നുണ്ട്. ആരുടെ സഹായം ഇല്ലാതെ, ഒരു പ്രാർത്ഥന ഇല്ലാതെ, ഒരു ഗസ്റ്റ് പാസ്റ്ററിന്റെ വെൽക്കം ഇല്ലാതെ അവൻ അതെന്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കെട്ടി ഇത്രയും നാളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വീണ്ടും ഞാൻ ചോദിക്കുന്നു, ആവർത്തിക്കുന്നു, അവന്റെ സ്പിരിറ്റ് ആണോ നമ്മുടെ സ്പിരിറ്റ് ആണോ വലുത്? പറയുന്നേ ഉള്ളൂ, പൊട്ടുന്നില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. ഇനി ബൈബിളിൽ കിടക്കുന്ന മറ്റൊരു വാക്ക് കേൾക്കണോ? അത് കുറച്ചും കൂടെ രസകരമാണ്. സ്തോത്രം. അത് മർക്കോസിന്റെ സുവിശേഷം, ഈ സംഭവത്തിൽ തന്നെ ഇതേ സംഭവം മർക്കോസ് പറയുന്നുണ്ട്. അതൊന്നും എടുത്തേ. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ആർക്കും അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു കൂടാഞ്ഞ് പലപ്പോഴും അവൻ വിലങ്ങും ചങ്ങലയും ബന്ധിച്ചു. ആ സംഭവം ലൂക്കോസ് പറഞ്ഞത്. ഇനി അതിന്റെ അടുത്ത റെലം ലൂക്കോസ് പറഞ്ഞത്. ഇനി അടുത്തതിന്റെ റെലം മർക്കോസ് പറയുന്നുണ്ട്. 5-ന്റെ 5-ാമത്തെ വാക്യം വായിച്ചോ. അവൻ രാവും പകലും മമ്മി ഈ വാക്കൊന്നും പെട്ടെന്ന് വായിച്ചു വിടല്ലേ, ഇതിനകത്തൊക്കെ ഭയങ്കര ആത്മീയ രഹസ്യം കിടക്കുക. ആ വാക്കുണ്ടോ? അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും എന്തോ എങ്ങനെ ഇടവിടാതെ നിലവിളിച്ചു. അവന് ശബ്ദം ഉയർത്താൻ 24/7 അവന് ശബ്ദം ഉയർത്തുന്നതിന് വല്ല ക്ഷീണമുണ്ടോ? ടയർഡാണോ അവൻ? ഇത് വെള്ളിയാഴ്ച മാത്രമാണോ അവൻ ശബ്ദം ഉയർത്തുന്നത്? കിട്ടുന്നില്ല. ഞായറാഴ്ച മാത്രമാണോ അവൻ ശബ്ദം ഉയർത്തുന്നത്? സഭായോഗത്തിൽ 2.5 മണിക്കൂർ മാത്രമാണോ അവൻ ശബ്ദം ഉയർത്തുന്നത്? പിന്നെ അവൻ എപ്പോഴൊക്കെ ശബ്ദം ഉയർത്തും? രാത്രിയിലും പകലും. അവിടെ കിടക്കുന്ന വാക്ക് രസകരമാണ്. ഇടവിടാതെ എന്ന് വെച്ചാൽ അവൻ ഒരു സമയവും റെസ്റ്റ് ഇല്ല. എന്നിട്ട് അവന്റെ തൊണ്ട അടച്ചിട്ടില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മളിവിടെ 1.5 മണിക്കൂർ അന്യഭാഷ പറഞ്ഞപ്പോൾ ശബ്ദവും ഇല്ല, കാറ്റ് മാത്രമേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞേ. ചോദിക്കുന്നു, ആവർത്തിക്കുന്നു, അവന്റെ സ്പിരിറ്റ് ആണോ വലുത്, നമ്മുടെ സ്പിരിറ്റ് ആണോ വലുത്? സ്തോത്രം. അവന്റെ അകത്തെ ഭൂതം കയറിയപ്പോ അവൻ ഇടവിടാതെ ഇങ്ങനെ അലറി കൂകാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും ഇടവിടാതെ. സത്യത്തിൽ ഈ അഭിഷേകം നമ്മുടെ മേലാ കാത്തണ്ടേ. ഒരു ഹാലേലിയ പറഞ്ഞേ. സ്തോത്രം. അതും ചർച്ചിനകത്ത് മാത്രമല്ല, നമുക്ക് ഇതിനകത്തിരുന്ന് സ്തോത്രം പറഞ്ഞാൽ മതി. അവൻ ഇവിടെ ഒന്നുമല്ല, അവനിങ്ങനെ ഓടി നടക്കുക, ഓടിക്കൊണ്ട് നിലവിളിക്കുക. പിന്നെ കളറെ പോവും, അവിടുന്ന് നേരെ മലയുടെ മണ്ടയ്ക്ക് പോവും. ഒരു ക്ഷീണവും പുള്ളിക്ക് ചേർന്നൊരു ഹാലേലിയ പറഞ്ഞേ. കുഴഞ്ഞു. സ്തോത്രം. 3-ാമത്തെ ദിവസമായതേ ഉള്ളൂ അല്ലേ. നമ്മൾ ടയേർഡായി. പക്ഷെ അവനൊരു ക്ഷീണവും 24/7 അവൻ ഭയങ്കര നിലവിളിയ. നാട്ടുകാരെ കിടത്തി ഉറക്കിയില്ല. ഒരു ഭൂതം ഒരുത്തന്റെ അകത്ത് വന്നപ്പോൾ അവന്റെ ശബ്ദത്തിന് ഇത്രയും ത്രാണിയുണ്ടെങ്കിൽ അഭിഷേകം നിന്റെ മേലൊന്ന് ഇറങ്ങി വന്നാൽ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ശരിക്കും ആത്മാവിന്റെ ലെവലൊന്നും നമ്മൾ കണ്ടിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. നിങ്ങൾ അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ. ഇനി നമ്മുടെ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക്, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നേ. സ്തോത്രം. നിലവിളിച്ചും അവനെ നമസ്കരിച്ചും ശവക്കല്ലറകൾ ഇങ്ങനെ ഓടും. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചങ്ങനെയില്ല. അശുദ്ധാത്മാവ് അവന്റെ അകത്ത് കയറിയപ്പോൾ അടുത്ത വാക്ക് അവൻ കാടുകളിലേക്ക്. കണ്ടോ ആ വാക്ക്? കണ്ടോ 29-ാം വാക്കിന്റെ ലൂക്കോസ് 8:29. നമ്മൾ ഇത് മാറി തിരിഞ്ഞു ചിന്തിക്കുന്നത്. മർക്കോസ് ലൂക്കോസ് ഒരുമിച്ചാ ചിന്തിക്കുന്നത്. പിശാച് അവന്റെ അകത്ത് കയറുമ്പോ അവൻ നേരെ എങ്ങോട്ടാ ഓടുന്നേ?
കാടുകളിലേക്ക്. ഇനി നമ്മൾ 39-ാമത്തെ വാക്യം വായിച്ചിട്ട് വിഷയത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് നമുക്ക് വരണം. 39. അതിനവൻ ഭൂതങ്ങൾ വിട്ടുപോയ ആൾ, ഇപ്പൊ പിശാച് അവന്റെ അകത്തില്ല, ഇപ്പൊ ദൈവാത്മാവ് അവന്റെ അകത്ത് കയറിയെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. അഭിഷേകം അവന്റെ അകത്ത് കയറിയപ്പോൾ, കർത്താവ് അവന്റെ കൂടെ കയറിയപ്പോൾ അവൻ കാടുകളിലേക്കല്ല ഓടുന്നേ, അവൻ വീട്ടിലോട്ട് ഓടാൻ തുടങ്ങി. സ്തോത്രം. വാക്തത്വത്തിന്റെ ഇവന്റെ വിഷയത്തിനകത്തൊരു വിടുതൽ കാത്തിരിക്കുന്നവന്റെ വീട്ടിലേക്ക് ഇവൻ ഓടാൻ തുടങ്ങി. ഇന്ന് രാത്രി യോഗത്തിനകത്ത് ഇരിക്കുന്നവരോട് ഞാൻ പറയാം, ഭൂതമകത്ത് കയറിയപ്പോൾ ഇവൻ വീടിന്റെ അന്തരീക്ഷങ്ങളെ ഭേദിച്ചുകൊണ്ട് കല്ലറകളിലും കാടുകളിലും ഓടിപ്പോകത്തക്ക സ്പിരിറ്റാ ഇവന്റെ അകത്ത് വ്യാപരിച്ചതെങ്കിൽ ദൈവശക്തി ഇവന്റെ മേൽ ഇറങ്ങിയപ്പോ ഇവൻ കാട്ടിലോട്ടല്ല, ഇവന്റെ വീടായ വാക്തത്വത്തിലേക്ക് ഇവൻ ഓടാൻ തുടങ്ങി. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരെങ്കിലും പറയണോ, ദൈവശക്തി എന്റെ മേൽ ഇറങ്ങിയാൽ ഞാൻ വനാന്തരങ്ങൾക്കകത്തേക്കല്ല ഓടുന്നത്, ദൈവകൃപ എന്റെ അകത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ എങ്ങോട്ടെങ്കിലും അല്ല യാത്ര പോകുന്നത്, ഞാൻ എന്റെ വീടിന്റെ വാക്തത്വം കാണുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം അടിച്ചോ, കരം ഉയർത്തിയോ എന്ന് ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ, ജീസസ്. ഇനി നമ്മൾ ഈ പ്രധാന ഭാഗത്തിലേക്ക് വരിക. നമ്മൾ വായിച്ച 8-ന്റെ ഈ അധ്യായത്തിനകത്തെ 3 പ്രധാനപ്പെട്ട വിടുതലുകളെയാണ് കർത്താവ് ചെയ്യുന്നത്. 3 പ്രധാനപ്പെട്ട വിടുതലുകൾ. ഒന്നാമത്തെ വിടുതൽ എന്ന് പറയുന്നത് ഭൂതം ബാധിച്ചവന്റെ വിടുതല. എന്നാൽ രണ്ടാമത്തെ വിടുതൽ ഞാൻ പ്രസംഗിക്കാതെ നിങ്ങൾക്കറിയാമോ, ഈ അധ്യായത്തിന്റെ രണ്ടാമത്തെ വിടുതൽ ഒന്ന് തപ്പിയെടുത്ത് പറഞ്ഞാലും സാരമില്ലെന്നാണ് എന്റെ വിശ്വാസം. ആ 8-ാമത്തെ അധ്യായത്തിൽ രണ്ടാമത് കർത്താവ് ആർക്കാ വേണ്ടിയ വിടുതൽ അയച്ചു? ഒന്ന് ഭൂതം ബാധിച്ചവന്റെ വിടുതൽ, 2 രക്തസ്രാവമുള്ള ഒരാൻറ്റിയുടെ വിടുതൽ. എന്നാൽ അധ്യായത്തിൽ 3-ാമത്തെ ഒരു വിടുതലുണ്ട്, ശതാധിപന്റെ മകളുടെ വിടുതൽ. അങ്ങനെ 3 അത്ഭുതങ്ങളെയാണ് കർത്താവ് ഈ അധ്യായത്തിനകത്ത് ചെയ്യുന്നത്. കുറച്ചും കൂടെ നല്ലൊരു ഭാഷ പറഞ്ഞാൽ, ഭൂതം ബാധിച്ചവന്റെ വിടുതൽ കല്ലറയ്ക്കകത്ത്, സ്തോത്രം. രക്തസ്രാവമുള്ള ആന്റിയുടെ വിടുതൽ വഴിയരികിൽ. എന്നാൽ ശതാധിപന്റെ കൊച്ചിന്റെ വിടുതൽ ഇതാ വീടിനകത്ത്. എന്റെ കർത്താവ് വീട്ടിലും അത്ഭുതം ചെയ്യും, എന്റെ കർത്താവ് കല്ലറകളിലും അത്ഭുതം ചെയ്യും, എന്റെ ദൈവം അവൻ വഴിത്തലക്കിലും അത്ഭുതം ചെയ്യും, എന്റെ ദൈവം പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്തും അത്ഭുതം ചെയ്യും, എന്റെ കർത്താവ് നിന്റെ കൊച്ചു റൂമിനകത്തും അത്ഭുതം ചെയ്യും, എന്റെ കർത്താവ് ഛേദം വരാനിരിക്കുന്ന കപ്പലിനകത്ത് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യും, എന്റെ കർത്താവ് വട്ടമിട്ട് പറക്കുന്ന കഴുകനുള്ള പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് അത്ഭുതം ചെയ്യും, എന്റെ കർത്താവ് വായുടെ സിംഹത്തിന്റെ വായ് പിളർന്നിരിക്കുന്ന കൂട്ടിനകത്ത് ഇറങ്ങി എന്റെ കർത്താവ് അത്ഭുതം ചെയ്യൂ, എന്റെ കർത്താവ് ചങ്ങലകൾ കൊണ്ട് അഭിഷക്തനെ ബന്ധിച്ച കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ ഇറങ്ങി അത്ഭുതം ചെയ്യൂ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ സ്ഥലം ഒരു വിഷയമല്ല. വിശ്വസിക്കുന്ന ചിലരെന്ന് ആത്മാവി പറഞ്ഞ് ഈ യോഗത്തിനകത്ത് ഞാൻ ഇരിക്കുമ്പോ എന്റെ കർത്താവ് എവിടെയും എനിക്ക് വേണ്ടി ചലിക്കൂ. അത് വിദേശത്തൊന്നില്ല, അത് വിദൂരത്തൊന്നില്ല, അത് ലോകത്തിന്റെ ഏത് പരപ്പിൽ എന്റെ വിഷയം കടന്നാലോ ഇന്ന് രാത്രിയിൽ ഈ ഭാഗം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ അങ്ങ് വിശ്വസിക്കുക, കല്ലറയ്ക്കകത്ത് അത്ഭുതം ചെയ്യുന്നവൻ, വീടിനകത്ത് അത്ഭുതം ചെയ്യുന്നവൻ, മരിച്ചുപോയ കൊച്ചിന്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്യുന്നവൻ, വഴിത്തലയ്ക്ക് അത്ഭുതം ചെയ്യുന്നവൻ, ശരീരത്തിന്റെ രോഗത്തിനെതിരെ അത്ഭുതം ചെയ്യുന്നവൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയും, നിന്റെ വിഷയം ദൈവത്തിനൊരു വിഷയമേ അല്ല. ദൈവം ഇന്ന് രാത്രി നിന്റെ കൊച്ചു പഠിക്കുന്ന സ്കൂളിനകത്ത് അത്ഭുതം ചെയ്യൂ, നിന്റെ കൊച്ചു പഠിക്കുന്ന ഹോസ്റ്റലിനകത്ത് അത്ഭുതം ചെയ്യൂ, നിന്റെ കുഞ്ഞായിരിക്കുന്ന രാജ്യത്തിൽ എന്റെ കർത്താവ് അത്ഭുതം ചെയ്യൂ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഒന്ന് ചാർജ് ആയിക്കേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിനകത്ത് ഒരുപക്ഷെ ആരോ പറയുന്നു, എന്റെ വീടൊരു കൊച്ചു വീടാ പാസ്റ്റേ, ആരിറങ്ങി വരും? ആരും വരത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്റെ കൊച്ചു വീടിനകത്തേക്ക് ഇറങ്ങി വരൂ, നിന്റെ വണ്ടിക്കകത്ത് ഇറങ്ങി എന്റെ യേശു അത്ഭുതം ചെയ്യൂ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തിയോടെ പറഞ്ഞ് ഈവൻ ചില നെഗറ്റീവിന്റെ റിപ്പോർട്ടുകൾക്കെതിരെ എന്റെ യേശു തന്റെ അത്ഭുതം ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ രക്തസംബന്ധമായ ചില വിഷയത്തിന് വേണ്ടി എന്റെ കർത്താവ് ഒരു അത്ഭുതം നീട്ടാൻ പോവുക. രക്തസംബന്ധമായ ചില വിഷയത്തിന് വേണ്ടി ദൂതിനെ കർത്താവ് ഇന്ന് രാത്രി തിരിക്കുക. ബ്ലഡ് സംബന്ധമായ ചില ശാരീരിക അസ്വസ്ഥതകൾക്കെതിരെ എന്റെ ദൈവം ഇന്ന് രാത്രി സൗഖ്യമാക്കാൻ തന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുക. വെയിൻസിനകത്ത് നിന്റെ ശരീരത്തിന്റെ ഞരമ്പുകൾക്കകത്ത് യേശു ഇന്ന് രാത്രിയുടെ ബലത്തിന്റെ അത്ഭുതം ചെയ്യാൻ പോവുക. കണ്ണും മുട്ടി ഇന്ന് രാത്രി വിശ്വസിച്ചോ. അത്ഭുതത്തിന്റെ ദൈവത്തിന്റെ സ്ഥലം വിഷയമല്ല, സാഹചര്യം വിഷയമല്ല, മനുഷ്യന്റെ കണ്ണെത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്ഥലത്ത് ഇന്ന് രാത്രി എന്റെ യേശു ഒരു അത്ഭുതം ചെയ്യാൻ അവൻ വിശ്വസനെന്ന് വിശ്വസിക്കുന്നവരാണോ ഈ ശബ്ദമുയർത്തി യേശുവിനെ ആരാധിക്കുന്നത്? ആവർത്തിക്കാം. ദൈവം ഇന്ന് രാത്രി അത്ഭുതം ചെയ്യാൻ എന്റെ നടുവിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് ശക്തിയോടെ. യേശു എവിടെയും അത്ഭുതം ചെയ്യും.
യേശു എവിടെയും അത്ഭുതം ചെയ്യും. അവൻ ചെങ്കടൽ നദീതീരത്തിൽ അത്ഭുതം ചെയ്യുമല്ലോ. അവൻ സ്തോത്രം, അവൻ എരിഹോവിന്റെ മുമ്പിൽ അത്ഭുതം ചെയ്യുമല്ലോ. അവൻ മരണത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന ദേശത്തിനകത്ത് അത്ഭുതം ചെയ്യുമല്ലോ. മാറായുടെ നടുവിൽ എന്റെ കർത്താവ് മധുരമാക്കുന്ന അത്ഭുതം ചെയ്യുമല്ലോ. ആമേൻ. ഇറച്ചി വേണമെന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ ആമേൻ നൂറുകണക്കിന് മൃഗങ്ങൾ കാട്ടിൽ തന്റെ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടും ഒന്നിനെ കൊന്നറച്ചു കൊടുക്കാതെ നാളിതുവരെ വെളിപ്പെട്ടു വരാത്ത ഒരു കാടപ്പക്ഷിയെ സൃഷ്ടിച്ചെന്റെ യേശു അത്ഭുതം ചെയ്തല്ലോ. അകത്ത് കിടക്കുന്ന ലിവ്യാതാന്റെ തല തകർത്ത് ഉലക ചരിത്രത്തിന്റെ ലിസ്റ്റിനകത്ത് അതുവരെ ഇല്ലാത്തൊരു പക്ഷിയെ ആദ്യമായി ഉണ്ടാക്കിക്കൊടുത്ത് എന്റെ ദൈവം തന്റെ അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറയുക, മനുഷ്യന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മേഖലകളിൽ എന്റെ കർത്താവ് അത്ഭുതം ചെയ്യുന്ന ഒരു അധ്യായമാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ലൂക്കോസ് 8 അധ്യായത്തിൽ കൈവച്ചിട്ട് വരാ. ആ സ്ത്രീക്ക് വേണ്ടി അത്ഭുതം നടത്തിയതുപോലെ, ആ വീട്ടിലെ കൊച്ചിന് വേണ്ടി ഒരു അത്ഭുതം വെളിപ്പെട്ടു വന്നതുപോലെ, കല്ലറകൾക്കകത്ത് സ്പിരിറ്റ് ബാധിച്ചവന്റെ സ്പിരിറ്റിന്റെ വിഷയത്തിൽ അത്ഭുതം നടത്തിയതുപോലെ ഇന്ന് രാത്രി സ്വർഗം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ രാത്രിയിൽ സ്വർഗം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. ഒറ്റ കാര്യം പറയട്ടെ, ഈ അത്ഭുതമൊക്കെ യേശു ചെയ്യാനുള്ള കാരണം എന്നറിയാവോ? കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങളുടെ പ്രസംഗ മധ്യത്തിലാണ് കർത്താവ് വാക്യം പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ വാക്യം കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ ചർച്ചിന്റെ പ്രസംഗ മധ്യത്തിലാണ് കർത്താവ് എനിക്ക് വേണ്ടി തുറന്നു. ഈ അത്ഭുതമൊക്കെ യേശു ചെയ്യാൻ കാര്യം എന്നാണെന്നറിയാമോ? ലൂക്കോസ് 5:4 വാക്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൂക്കോസ് 5:4 വാക്യം. സ്തോത്രം. അല്ല സ്തോത്രം. ആമേൻ. സ്തോത്രം. ഞാൻ ആ റെഫറൻസ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അവിടെ കിടക്കുന്നൊരു വാക്യം, ആമേൻ, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. റെഫറൻസ് ഇപ്പൊ എന്റെ മനസ്സിൽ ഓർമ്മയില്ല. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെയോ. യേശു അത്ഭുതമൊക്കെ ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ, അവന്റെ മേലൊരു ശക്തി ഉണ്ടായിരുന്നു. സ്തോത്രം. ആ ശക്തിയെ കുറിച്ചാണ് നമ്മളിപ്പോ ഭൂതത്തിന്റെ കെട്ടഴിയണമെങ്കിൽ അഭിഷേകം നിന്റെ അകത്തിറങ്ങണം. പരിശുദ്ധാത്മാവ് നിന്റെ ചകത്ത് ചലിക്കണം. ഈ വിഷയത്തെ തൊടാൻ നിന്റെ മനുഷ്യ ബുദ്ധിക്ക് കഴിയത്തില്ല ബ്രദറെ. ഈ വിഷയത്തെ സോൾവ് ചെയ്യാൻ മീഡിയേറ്റർ വന്നാൽ മടക്കത്തില്ല. നാട്ടുകാര് ചങ്ങലക്കകത്ത് ബന്ധിക്കാൻ ശ്രമിച്ചിട്ടും ഈ വിഷയം സോൾവ് ആയില്ലല്ലോ. ഇന്ന് രാത്രി കൃപയുള്ള ചിലത് പറ. ആമൻ. മനുഷ്യൻ കിടപടഞ്ഞ് അധ്വാനിച്ചിട്ടും നടക്കാത്ത ഈ വിഷയത്തെ സൊല്യൂഷൻ വരുത്താൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തിയോടെ ഞാനൊന്ന് പുറപ്പെടുകയാ. അങ്ങനെ വിശ്വസിക്കുന്ന ഏതെങ്കിലുമൊക്കെ ദൈവത്തിന്റെ മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒറ്റ ലക്ഷ്യമേ ഇന്ന് രാത്രി പ്രസംഗം കൊണ്ട് എനിക്കുള്ളൂ. ഈ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് മനുഷ്യന്റെ ബലത്തേക്കാൾ കവിയുന്ന ഒരു അഭിഷേകം നിന്റെ ശിരസിലേക്ക് ഇറങ്ങി വരണം. ഈ ഭൂതത്തിന്റെ കെട്ടരിയ നീ കൗൺസിലിങ്ങിനകത്ത് കൊണ്ടിരുത്താൻ പോവാന്നോ? നടക്കത്തില്ല. ഇന്ന് രാത്രി ഈ ഭൂതത്തിന്റെ കുരുക്കടിയെ നീ ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ നോക്കുവാണോ? നടക്കത്തില്ല. ഇന്ന് രാത്രി ഇതിന്റെ കെട്ടഴിക്കാൻ അഭിഷേകം നിന്റെ ശിരസിലേക്ക്. കരമുയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്റെ മനസ്സ് തുറന്ന് ഞാൻ പറയാം, മമ്മിമാരെ 3-4 മിനിറ്റ് എന്നെ ശ്രദ്ധിച്ചേക്കണം. ഈ മക്കളെയൊക്കെ നിങ്ങൾക്ക് നന്നാക്കാൻ നിങ്ങളുടെ കൗൺസിലിംഗ് സെന്ററിന് പറ്റുകയില്ല, നടക്കുകയില്ല. ചുമ്മാ പരിപാടി നടക്കുകയില്ല. വടി കൊണ്ട് പിള്ളേരെ നന്നാക്കാതെ ചിന്തിക്കും, നടക്കുകയില്ല. ഇവിടെ ചങ്ങലയെ അവർ ഉപയോഗിച്ചേ. നമ്മളെ പിള്ളേരെ നന്നാക്കാൻ വടി ഉപദേശം എടുക്കുന്നേ. വടി കൊണ്ട് നടക്കത്തില്ല, ഉപദേശം കൊണ്ട് നടക്കുക. ആ സീസണൊക്കെ കഴിഞ്ഞു. മക്കളെ, ഞങ്ങളെയൊക്കെ വിളിക്കുന്നത് 19 കിഡ്സ് എന്നാ. ഒരു സ്വത്രം പറഞ്ഞേ. നിങ്ങളൊക്കെയോ? നിങ്ങൾ 19 ആണോ? ആ, അപ്പൊ നിങ്ങൾ മോള് 20 ആണോ? അല്ലേ? 20 കിഡ്സ് എന്നൊക്കെ സോഷ്യൽ മീഡിയ ഞങ്ങളൊക്കെ 19 കിഡ്സ് എന്ന്, നിങ്ങളെ 20 കിഡ്സ് എന്നുവാ. ഞങ്ങളെയൊക്കെ കാലത്ത് വടി കൊണ്ട് നന്നാക്കാമായിരുന്നു. ഒരു സ്വത്രം പറഞ്ഞേ. സ്വന്തം അപ്പന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വടി കൊടുത്ത് അല്ലെ വടി കൊണ്ട് അടി കിട്ടിയ 19 കിഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സ്വോത്രമൊന്നും പറയണ്ട, കൈയൊന്ന് ഉയർത്തി കാണിച്ച്. ഇത്രയും പേരൊന്നും അല്ലല്ലോ. ഇനിയും പൊങ്ങട്ടെ. ഇത്രയും പേരുണ്ടല്ലോ. സ്വോത്രം. അതിനർത്ഥം നമ്മൾ വടി കൊണ്ട് നന്നായെന്നല്ലേ. എന്നാൽ ഈ പിള്ളേരെ വടി കൊണ്ട് നന്നാക്കാൻ നോക്ക്, വിവരം അറിയും. ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് മറ്റൊരു രാജ്യത്തിലായിരുന്നു, യൂറോപ്പിലാണ്. സ്തോത്രം. അവിടുത്തെ മോളെ അവൾ ലിഫ്റ്റിനകത്ത് വെച്ച് എന്തോ ഒരു ചെറിയ കുരുത്തക്കേട്, 4-5 വയസ്സേ ഉള്ളൂ. ലിഫ്റ്റിനകത്ത് വെച്ച് ഒരു കുരുത്തക്കേട് കാണിച്ചു. അപ്പം ചേച്ചി പെട്ടെന്ന്, അവളെ മാതാവ് പെട്ടെന്ന്, സ്തോത്രം, ഒന്നും വേണ്ടിയില്ല. ഞാൻ വെച്ചു ഇവളങ്ങ് നന്നായോ. കാരണം പണ്ടെൻ്റെ ചേച്ചി ഭയങ്കര ഇതൊക്കെ കാണുമ്പോഴേ അവൾക്ക് കലിപ്പാ. സ്തോത്രം. പക്ഷെ ഇവളൊന്നും മിണ്ടുന്നില്ല. ഇവരെ പിള്ളേർ ലിഫ്റ്റ് വെച്ച് വഴക്കുണ്ടാക്കിയിട്ട് ഇവളൊന്നും എന്ത് ചെയ്യുന്നില്ല, മിണ്ടുന്നില്ല. സ്തോത്രം. ഇവളിങ്ങനെ മിണ്ടാതെ സൈലന്റ് ആയിട്ട്. ഞാൻ വെച്ചു ദൈവമേ ഇവള് നന്നായോ. സ്തോത്രം. റൂമിനകത്ത് കയറി, ഫ്ലാറ്റിനകത്ത് കയറി കഥടച്ചിട്ട് അരിശം എല്ലാം കൂടെ അങ്ങ് തീർത്തു. സ്തോത്രം. ഞാൻ ചോദിച്ചു, എടാ നീ ആ ലിഫ്റ്റ് വെച്ചിട്ട് എന്താ 10 പറഞ്ഞേ? അവൾ പറഞ്ഞു, അയ്യോ അത് പറ്റത്തില്ല, ലിഫ്റ്റ് ക്യാമറയുണ്ട്. ഫ്ലാറ്റുകാർ ഈ സാധനം എടുത്തിട്ട് പോലീസിന് കൊടുക്കും, പിള്ളേരെ വടി കൊണ്ട് അടിച്ചു, പിന്നെ ഞങ്ങൾക്കായിരിക്കും കേസ് എന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ നിയമം ഇവരെ വടി കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല. അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നില്ല. എങ്ങനെയും യൂറോപ്പിൽ പോകണമെന്ന്. ഈ തലമുറയെ വടി കൊണ്ട് നന്നാക്കാൻ പറ്റുകയല്ല പ്രിയപ്പെട്ടവർ. ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അനീഷ് പാസ്റ്ററുടെ ചർച്ചിലായിരുന്നു. ഒരു പകലും രാത്രിയിലും വേണ്ടി സെക്ഷന് വേണ്ടി പോയതാ.
അന്ന് എനിക്ക് രാവിലെ പനിയുടെ ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവിടെ പിന്നെ യൂത്ത് ആണല്ലോ കൂടുതൽ. അവിടെ ഈ 8 വയസ്സ് 5 വയസ്സും 4 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ് ഈ ഫ്രണ്ടിലത്തെ റോയിൽ 10-20 ഇങ്ങനെ നിരന്നിരിക്കുക. ഇവർ കഴിഞ്ഞിട്ടാണ് പ്രായമുള്ളവരിയ്ക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇവരെ ഞാൻ ആദ്യം അഭിസംബോധന ചെയ്യേണ്ടത്, ഇവരുടെ ഫേസ് എൻ്റെ കണ്ണിൽ ആദ്യം വരുന്നത്. 10-20 ഇങ്ങനെ നിരന്ന് 3-4 റോ ആയിട്ടിരിക്കുക. സ്തോത്രം. അച്ഛൻ ഞാൻ പ്രസംഗം എണ്ണിക്കുമ്പോൾ തൊട്ട് ഇവർ കലവില ഭയങ്കര ശബ്ദമാണ്. അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല കേട്ടോ, അവരുടെ ലോകമാണ് അത്. സ്തോത്രം. അവരിങ്ങനെ പേപ്പർ വലിച്ചു കയറുന്നു, റോക്കറ്റ് ഉണ്ടാക്കി കളിക്കുന്നു, പിന്നെ പൂജ്യം വിട്ട് കളിക്കുന്നു, ബോട്ട് ഉണ്ടാക്കുന്നു, വമ്പം പരിപാടിയാണ്. സ്തോത്രം. അപ്പൊ ഇവർ ഈ കലവില എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് ഒന്നാമത് പനിയുടെ അസ്വസ്ഥത, ഒരു ശബ്ദം എനിക്ക് മേളെ എടുക്കാൻ പറ്റുന്നില്ല. ഇവരുടെ ശബ്ദം കഴിഞ്ഞിട്ട് വേണമല്ലോ ഇത് പുറയിലെത്താൻ. എനിക്കങ്ങ് ഇറിറ്റേറ്റ് ആകാൻ തുടങ്ങി. സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അനീഷ് പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററേ വൈകിട്ട് ഞാൻ പ്രസംഗിക്കണമെങ്കിൽ അച്ഛാ വേറെ ഒന്നും തോന്നല്ലേ, ഇവരെയൊക്കെ മിണ്ടാതിരുത്തണം. പറ്റത്തില്ല അച്ഛാ, ഇത് ഭയങ്കര ശല്യമാണ്, ഇവരെ മിണ്ടാതിരുത്തിയില്ലെങ്കിൽ വൈകിട്ട് ഞാൻ പ്രസംഗിക്കില്ല, ഉറപ്പാണ്, ഞാൻ യോഗത്തിന് മുമ്പേ വീട്ടിൽ പോകും. സ്തോത്രം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം പോയി ഇപ്പോൾ വിശ്രമിച്ച് വൈകിട്ട് പ്രാർത്ഥിച്ച് ശക്തിയോടെ വന്നോ, വൈകിട്ട് ഞാൻ സെറ്റ് ചെയ്യാം പാസ്റ്റർ, എല്ലാം ഞാൻ. പാസ്റ്റർ ധൈര്യത്തോട് പോകും. പുള്ളി എന്നെ ധൈര്യപ്പെടുത്തി തിരിച്ച് റൂമിനോട്ട് പറഞ്ഞു. വൈകിട്ടത്തെ സെക്ഷൻ ആരംഭിച്ചു, പ്രാർത്ഥന കഴിഞ്ഞു, ആരാധന കഴിഞ്ഞു. പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹം ഇൻട്രൊഡക്ഷൻ നൽകാൻ വേദിക്കകത്ത് കയറി. അനീഷ് പാസ്റ്ററിന്റെ വാക്കുകൾ. ഉച്ചയ്ക്ക് ദൈവദാസൻ എന്നോട് ഒരു പരാതി പറഞ്ഞു. ആ പരാതിയുടെ പുറത്ത് അടൂര് ടൗണിൽ പോയി ഞാൻ 50 രൂപയുടെ ഒരു ചൂരൽമടി മേടിച്ചിട്ടുണ്ട്. മറച്ചു വെച്ച ആ ചൂരൽമടി പുള്ളി പൊക്കി കാണിച്ചിട്ട് പറഞ്ഞേ, ഇതാണ് മേടിച്ച 50 രൂപയുടെ ചൂരൽമടി. എങ്ങാണ് ഇതിനകത്തിരിക്കുന്ന ഒരുത്തൻ കലവിലാന്ന് സൗണ്ട് ഉണ്ടാക്കിയാൽ പാസ് പ്രസംഗിക്കുന്നൊന്നും ഞാൻ നോക്കത്തില്ല, ഞാൻ ചാടി പുറത്തിറങ്ങും. അനീഷ് പാസിന്റെ വാക്ക്, ഞാൻ ചാടി പുറത്തിറങ്ങും, നിന്നെ എല്ലാം എഴുന്നേൽപ്പിച്ച് നിർത്തും, നിന്റെ അപ്പന്റെയും അമ്മയുടെ മുമ്പിൽ വെച്ച് നിന്നെ തുടക്കകത്ത് ഞാൻ അടിക്കും. പിന്നെ അടി കൊണ്ടാൽ ആദ്യത്തെ അടി കൊള്ളുന്ന ശ്രദ്ധിച്ചോണം, പുതിയ ചൂരൽവടിയാണ്, പ്രശ്നമാണ്. അടി കൊള്ളുന്ന ഭാഗത്ത് പൊട്ടും, അത് പഴുക്കും, ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് ഒറ്റ ഒരുത്തം മിണ്ടിപ്പോകരുത്. പുള്ളി ഒരു ടെററിസ്റ്റ് സംസാരിക്കുന്ന കണക്കങ്ങ് സംസാരിച്ചു. എനിക്കങ്ങ് ഇച്ചിരി സങ്കടമായി. പിള്ളേരത്തേക്ക് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എന്നാലും സന്തോഷമായി, ഇനി മിണ്ടാതിരിക്കുമല്ലോ. സ്തോത്രം. ഈ സന്തോഷത്തിന് പുറത്ത് എങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ കയറി. സ്തോത്രം. രാവിലത്തേക്കാൾ ബഹളമായിരുന്നു വൈകിട്ട്. സ്തോത്രം. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, പാസ്റ്ററിന്റെ വടിക്കൊന്നും ഇവർ നന്നാക്കാൻ ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ നോക്കുന്നു, മണ്ടത്തരം കാണിക്കാതെ. നീ വിലങ്ങ് കൊണ്ടാണോ ഭൂതത്തെ ബന്ധിക്കുന്നത്? വിട്ടിത്തരം കാണിക്കാതെ കൊച്ചിന്റെ അകത്ത് കയറി പിടിച്ച സ്പിരിറ്റിന്റെ ആഴം മനസ്സിലാക്ക്. കൊച്ചിനെ ഉപദേശിച്ച് നന്നാക്കാൻ നടക്കുകയില്ല. അവരുടെ അകത്തെ സ്പിരിറ്റ് വേറേതാ. ഇല്ല, കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടിരുത്ത് നടക്കുകയില്ല, പണി നടക്കുകയില്ല. ഇന്ന് രാത്രി അഭിഷേകമുള്ളവർ പറയണം, കൗൺസിലിംഗ് സെന്ററിനും പറ്റത്തില്ല, ചങ്ങലയ്ക്കും പറ്റത്തില്ല, വിലങ്ങിനും പറ്റത്തില്ല, ഇവിടുത്തെ നിയമപാലകർക്കും പറ്റത്തില്ല. ഒരു ഹാലലൂയ പറഞ്ഞേ. 10,000 ജയിലുകൾ ഇനി കേരളക്കരയുടെ മണ്ണിൽ ഉയർന്നാലും ഇവിടുത്തെ യൗവനക്കാരെ നന്നാക്കാൻ പറ്റുകയില്ല. അവർ അതിനേക്കാൾ ക്രിമിനൽസായി പുറത്തിറങ്ങുകയുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി മറുഭാഗം ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള ഒരു 10 പുറത്തിറങ്ങ്. ഈ തലമുറയെ നന്നാക്കാൻ എന്റെ ദൈവത്തിന്റെ ശക്തി നിന്റെ കൂടെ ഉണ്ട്. കല്ലറകൾക്കകത്ത് പിശാച് ഒതുക്കി വെച്ച ചിലതിനെ ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരാൻ ഇതൊരു നിയോഗമായി. ഇന്ന് രാത്രി എല്ലാവരുടെ മേലുമല്ല, വിശ്വസിക്കുന്ന ചിലരോട് സ്വർഗം പറയുന്നു, കുരുക്കിയ ചിലതിനെ, പിശാച് ബന്ധിച്ച ചിലതിനെ അടിച്ചു പുറത്തു കൊണ്ടുവരാൻ നിന്റെ അകത്ത് ഇന്ന് രാത്രി സ്വർഗം ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയെ നന്ദിയോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയുക. ഞാൻ മൈക്കില്ലാതെ 2 മിനിറ്റ് പറഞ്ഞോട്ടെ. ലൈവ് കാണുന്ന സഹോദരങ്ങളുണ്ട്. ജസ്റ്റ് 2 minutes. ഐ എക്സ്ട്രീംലി സോറി. സ്തോത്രം.
ബഹ്റൈനിൽ ജോലിക്കകത്ത് ഒതുങ്ങിപ്പോയ ആ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ഇന്ന് അമേരിക്കയിൽ അവർ ശ്രേഷ്ഠമായിട്ട് ജോലിയും ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ ദൈവത്തിന്റെ വേലയും ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, USA മണ്ണിൽ ഇവരുടെ മേൽ മഹത്വത്തിന്റെ മിനിസ്ട്രി തുറക്കാതിരിക്കാൻ പിശാച് കുട്ടി ഒരു കെട്ടായിരുന്നില്ല അത്. പക്ഷെ ആ വീടിനകത്ത് മമ്മി അഭിഷേകത്തിനകത്ത് 3 ദിവസം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ 4 മാസം 6 മാസം എത്തുന്നതിനേക്കാൾ മുമ്പ് തന്റെ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് ഹോളി സ്പിരിറ്റ് ചലിച്ച് ആ കൊച്ചിനെ പിശാച് കെട്ടിയ കെട്ട് സ്വർഗം അടിച്ച് പുറത്തു കൊണ്ടുവന്നത് ശരിയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ യോഗത്തിനകത്തിരിക്കുന്ന ചിലരോട് പറയാ, നിന്റെ കൊച്ചിനെ നന്നാക്കാൻ വടിയെടുക്കാതെ, നിന്റെ കൊച്ചിനെ നന്നാക്കാൻ ചങ്ങലയെടുക്കാതെ, ബന്ധിക്കാതെ ഇന്ന് രാത്രി ശക്തി പുറപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ചലനം ഇന്ന് രാത്രി നടക്കട്ടെ. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരിക. നമ്മൾ വായിച്ച 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ അവർ ഗലീലിക്ക് നേരെയുള്ള ഗരസേന്യ ദേശത്ത് അണഞ്ഞെന്ന. ഗരസേന്യ ദേശം എന്ന് പറയുന്ന വാക്ക് അത്ര ഫെമിലിയർ അല്ല. മർക്കോസ് 5:1. മർക്കോസ് 5:1. ആ ആ വാക്കാണ് നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധേയം. ഗരസന്യ ദേശം എന്നുള്ള വാക്ക് തെറ്റൊന്നുമല്ല, എങ്കിലും ഗദരദേശം എന്നുള്ള വാക്കാണ് നമുക്ക് കുറേ കൂടെ ശ്രദ്ധേയം. ഇനി ഒറ്റ കാര്യം, ഞാൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ വിഷയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തൊടാം. ഇവന്റെ മേലൊരു ദൈവപ്രവൃത്തി നടക്കുന്നതിന് 3 പ്രധാനപ്പെട്ട തടസ്സങ്ങളാണ്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞത്, ഒരു പുസ്തകത്തിൽ വായിച്ച അറിവൊന്നും അല്ല. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറയാൻ പറഞ്ഞത്, ഇവന്റെ മേലൊരു ദൈവപ്രവൃത്തി നടക്കുന്നതിന് മാനുഷികമായി 3 തടസ്സങ്ങളാണ് ഉള്ളത്. ഇവൻ എവിടെ താമസിക്കുന്നത്? കല്ലറകളില്ല. ഇവന്റെ അകത്ത് എന്തോ ഇരിപ്പുണ്ട്, സ്പിരിറ്റ് ഇരിപ്പുണ്ട്. ഇവന്റെ മേലൊരു ദൈവപ്രവൃത്തി നടക്കുന്നതിന് മാനുഷിക തലത്തിൽ 3 തടസ്സങ്ങളാച്ചാ ഉള്ളത്. ഒന്നാമത്തെ തടസ്സം, ഇവൻ നിൽക്കുന്ന സ്ഥലം ശരിയല്ല. യേശു ഇക്കരയാ, ഇവൻ എവിടെയാ? അക്കരയാ. ഇതിനിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി ഇവനെ ഒന്ന് വിടുവിക്കണമെങ്കിൽ കർത്താവിന് പടകം പിടിച്ചെന്ത് ചെയ്യണം? പോകണം. സ്തോത്രം. ഒന്നാമത്തെ തടസ്സം, ഇവൻ നിൽക്കുന്ന സ്ഥലം. അങ്ങനെ പറയുമ്പോൾ മനസ്സിലാകുന്നില്ല, കുറെ കൂടെ നല്ലൊരു ഭാഷ പറയാം. നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ ഇവൻ നിൽക്കുന്ന സ്ഥലം എവിടെ നിന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എവിടെ അത്? ഗദരദേശം. കല്ലറയല്ല, സ്ഥലത്തിന്റെ പേരാ വേണ്ടുന്നത്. ഏതാ? ഗദരദേശം. ഇനി 3-4 മിനിറ്റ് എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ദിവസം ഞാൻ പുറത്തിറങ്ങുന്നതിന് പ്രശ്നമുണ്ടോ? കിട്ടുമോ വെച്ചാ? ഞാൻ പുറത്തിറങ്ങി കിട്ടുമോ? ഓക്കെ. ഇവൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗദരദേശമാണ്. പ്രിയരെ, ഈ ഗദരദേശം എവിടാന്ന് ചോദിച്ചാൽ ദെക്കപ്പൊലി എന്ന് പറയുന്ന ഒരു നാട്. 10 നഗരങ്ങളുടെ കൂട്ടായ്മയെ ദെക്കപ്പൊലി. അത് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാമോ? 10 നഗരങ്ങളുടെ കൂട്ടായ്മയെ ദെക്കപ്പൊലി. മക്കളെ, കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 36. കറക്റ്റാ. കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? 28. ഓക്കെ, കറക്റ്റാ. എത്ര ഉണ്ടോ ചാ? 14. ഈ കേരളം ഒന്ന് തൊട്ട് കാണിക്കാവോ? കേരളം ഒന്ന് കാണിക്കാമോ? കേരളം എന്തി ഒന്ന് കാണിക്കാവോ? ഒന്ന് കാണിച്ചേ മോനെ. കേരളം എന്തി? കേരളം ഒന്ന് കാണിക്കുക. എവിടാ കേരളം? എവിടാ മോനെ? കേരളം എവിടാ? എന്തേലും വേണ്ട. കേരളം എവിടാ? നിനക്ക് അറിയാം, അത് പറഞ്ഞു. കേരളം എവിടാ? കേരളം എന്തി? ഒന്ന് കാണിച്ചേ. കേരളം എന്തി ഒന്ന് കാണിച്ചേ. സൈലന്റ് ആയിട്ടിരിക്കുക. കാണിച്ചേ എന്തി? ഇതോ? ഇത് കേരളം ഒന്നും അല്ല. ഇത് പാലക്കാടിന്റെ അവിടെ. ഇത് ഏതാ സ്ഥലം? ഏതാച്ചാ? വാഴക്കോട് പോയി. ഇതാ കേരളം എന്തി? തൊട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല വാസേ. പിന്നെ ട്രിവാൻഡ്രം വേണമെങ്കിൽ കാണിച്ചു തരാം, കൊല്ലം പട്ടണം വേണമെങ്കിൽ ചൂണ്ടി കാണിച്ചു തരാം, പത്തനംതിട്ട എന്ത് ചെയ്യാം? ചൂണ്ടിക്കാണിക്കാം. കേരളം ഒന്നും തൊട്ട് കാണിക്കില്ല. 14 ജില്ലകൾ ചേരുന്ന സ്ഥലമാണ്. നിങ്ങൾ ബസ്സിനകത്ത് പിടിച്ചിട്ട് കേരളത്തിലൊന്ന് ഇറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ ചെയ്യും? അവർ പറയും പരിപാടി കയ്യിലിരിക്കട്ടെ, എവിടെ ഇറങ്ങണമെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പറയണം. സോ ദെക്കപ്പൊലി എന്ന് പറയുന്ന ഒരു നാടില്ല. 10 നഗരങ്ങൾ ചേരുന്ന സ്ഥലമാണ് ദെക്കപ്പൊലി. സ്തോത്രം. 10 നഗരങ്ങൾ ചേരുന്ന സ്ഥലം. ഇവൻ നിൽക്കുന്ന സ്ഥലം, ഈ ഗദരദേശം ഏതിനകത്ത് വരുന്നതാ? ദെക്കപ്പൊലിക്കകത്ത് വരുന്നത്. അത്രയും മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നാൽ ഈ ഗദരദേശത്തിന്റെ ഇവൻ നിൽക്കുന്ന സ്ഥലം പ്രശ്നമുള്ളതല്ലെന്നല്ലേ നമ്മൾ പറഞ്ഞേ? ഇവൻ നിൽക്കുന്ന സ്ഥലം ഓക്കെ അല്ല. ഈ സ്ഥലത്തിന്റെ രൂക്ഷത, ഗദരദേശത്തിന്റെ രൂക്ഷത മനസ്സിലാക്കണമെങ്കിൽ ഇത് 10 നഗരങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ നഗരങ്ങളിൽ ഒരു 3-4 നഗരം പറയുമ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ദെക്കപ്പൊലിയുടെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഇനി ഞാൻ പറയാൻ പോകുന്ന സ്ഥലങ്ങൾ, പേരുകൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാൻ സാധ്യത അല്പം കുറവാണ്. പക്ഷെ ആ സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിക്കൊള്ളും. ആകെ ദെക്കപ്പൊലി എന്ന് പറയുന്ന നാട്ടിലെ 1-ാമത്തെ സ്ഥലം, ആ ദെക്കപ്പൊലി എന്ന് പറയുന്ന നാട്ടിനകത്തെ 1-ാമത്തെ സ്ഥലം, അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. റെഫറൻസും കൂടെ എടുത്ത് വായിക്കുമ്പം കുറേയും കൂടെ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം ഒന്ന് എടുത്തു വെക്കാമോ? മത്തായിയുടെ സുവിശേഷം 5 5-ാമത്തെ അധ്യായം ഒന്ന് എടുത്തു വെക്കണേ. അതിപ്പോ തക്കാലം അങ്ങനെ ആ റെഫറൻസ് മറക്കരുത്, അങ്ങനെ ഇരിക്കട്ടെ. ആ 5-ാമത്തെ അധ്യായത്തിനകത്ത്
യേശു കർത്താവ് പറയുന്ന ഒരു സ്ഥലപ്പേരുണ്ട്. അത് 14-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നത്. 5:14 ഒന്ന് വായിച്ചേ. ആ, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല എന്ന് പറഞ്ഞ യേശു പറഞ്ഞ പട്ടണം ഏതാണെന്ന് അവിടെ കിടപ്പില്ല. പക്ഷെ ചരിത്രങ്ങളിൽ ഹിസ്റ്ററിക്കകത്ത് വ്യക്തമായിട്ട് കിടപ്പുണ്ട്. യേശു ഇപ്പോൾ പറയുന്ന പട്ടണം ഈ ദെക്കപ്പൊലിക്കകത്ത് കിടക്കുന്ന പട്ടണമാണ്. ആ പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ ആ സ്ഥലത്തിന്റെ പേര് ഹിപ്പോസ്. ഒന്ന് പറഞ്ഞേ, ഒന്നൂടെ. ഹിപ്പോസ്. ഹിപ്പോസ് എന്ന് പറയുന്ന നാട് ഇതിനകത്ത് വരുന്നതാ? ദെക്കപ്പൊലിക്കകത്ത് വരുന്നതാ. ഹിപ്പോസ് എന്ന് പറയുന്ന നാട് ദെക്കപ്പൊലിക്കകത്ത് വരുന്നതാ. ആ നാടിന്റെ പ്രത്യേകത, ഇത് മലയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു പട്ടണമാണ്. ഇത് കാണാൻ ഭയങ്കര രസമാണ്. സന്ധ്യയോട് അടുക്കുന്ന സമയത്ത് ഈ ഹിപ്പോസ് എന്ന് പറയുന്ന നാട് വിളക്കുകൾ കൊണ്ട് തെളിയിക്കപ്പെടും. അത് ബ്യൂട്ടിഫുള്ളാ കാണാൻ. ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഒന്ന് ഉയർത്തി കാണിക്കാമോ, കുറെ കൂടെ മനസ്സിലാക്കാൻ. ഗൾഫ് രാജ്യങ്ങളിൽ ബ്രദറെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അറിയണം. ഈ സന്ധിയിൽ ലാൻഡ് ഓഫ് ചെയ്തിട്ടുണ്ടോ? സന്ധിയിൽ വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടോ ആ സമയത്ത്? പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. രസമല്ലേ കാണാൻ, അല്ലേ? ഗൾഫ് രാജ്യങ്ങളിൽ സന്ധിയോട് അടുക്കുന്ന സമയത്ത് ഫ്ലൈറ്റിനകത്ത് നിന്ന് ലാൻഡ് ഓഫ് ചെയ്യുമ്പോൾ വിൻഡോ സീറ്റ് കിട്ടുവാണെങ്കിൽ രസമാണ്. അപ്പം നമുക്കൊന്ന് വീഡിയോ ഒക്കെ ഓണാക്കാൻ തോന്നും, ഒരു സെൽഫിയൊക്കെ എടുക്കാൻ തോന്നും. കാര്യം ബ്യൂട്ടിഫുള്ളാ. മഞ്ഞ വിളക്കുകൾ കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു സ്ഥലമായിരിക്കും. സ്തോത്രം. ഇതുപോലെ തന്നെ പ്രത്യേക ചില വിളക്കുകൾ കൊണ്ട് തെളിയിക്കപ്പെട്ട സ്ഥലമാണ് ഹിപ്പോസ്. ആ സ്ഥലം ദെക്കപ്പൊലിക്കകത്തായിരിക്കുന്നത്. കാണാൻ രസമാണോ? കാണുമ്പോൾ മനോഹരമാണോ? ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നുന്നുണ്ടോ? ഓക്കെ. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ മലമയുടെ മണ്ടക്കിരിക്കുന്ന ഹിപ്പോസ് എന്ന് പറയുന്ന വിളക്കുകൾ കൊണ്ട് തെളിയിക്കപ്പെട്ട പട്ടണം 3 പ്രധാനപ്പെട്ട മലകൾ ഇങ്ങനെ മറച്ചു പിടിച്ചിരിക്കുക. അതിനെ 3 പ്രധാനപ്പെട്ട മലകൾ ഇങ്ങനെ മറച്ചു പിടിച്ചിരിക്കുക. കാണാൻ രസമാ, പക്ഷെ പുറത്തു വരാൻ പറ്റത്തില്ല. കാര്യം അതിനിങ്ങനെ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുക. ഈ പട്ടണത്തെ കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞത്, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ. അടുത്ത വാക്ക് വിളക്ക് കത്തിച്ച് അല്ല. അത് ഈ പട്ടണത്തെ നോക്കി യേശു ഷാർപ്പായിട്ട് പറഞ്ഞ വാക്കാ. സോ കാണാൻ രസമാ, ബ്യൂട്ടിഫുള്ളാ, കണ്ടാൽ കണ്ണിന് ഇമ്പവുമാ, പക്ഷെ പുറത്തു വരത്തില്ല. ഇങ്ങനെ പട്ടണം കയറി മറകിച്ചിരിക്കുക. 3 മലയിടുക്കുകൾ ഇതിനെ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുക. അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി. അകത്ത് ശക്തി കത്തിയാലും വിളക്ക് കത്തിയാലും പുറത്തു കൊണ്ടുവരാതെ ഹൈഡ് ചെയ്ത് ഇരിക്കുന്ന ഒരു സ്പിരിറ്റ് ഏത് പട്ടണത്തിനകത്തുണ്ട്? ദെക്കപ്പൊലിയുടെ ഹിപ്പോസിനകത്തുണ്ട്. ഇന്ന് രാത്രി ഞാനതൊക്കെ ആത്മാവിന്റെ ദൂതായിട്ടൊക്കെ അങ്ങ് വിവേചിച്ച് പറയാൻ എനിക്ക് കൊതിയുണ്ട്. അകത്ത് ദൈവശക്തിയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പക്ഷെ പുറത്തു വരാൻ പറ്റത്തില്ല. ഇങ്ങനെ മറഞ്ഞു നിന്നെ ഇങ്ങനെ പിടിച്ചിരുത്തുക. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവിനിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, ഇങ്ങനെ നിന്നെ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഈ സ്പിരിറ്റ് ഇന്ന് രാത്രി ഒന്ന് പൊട്ടിമാറണം. എന്നിട്ട് അകത്തിരിക്കുന്ന വിളക്ക് തണ്ടിന്മേലൊന്ന് ശോഭിക്കാൻ പാകത്തിൽ എന്റെ ദൈവം ഒന്ന് പുറത്തു കൊണ്ടുവരണം. കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറയാമോ? സ്തോത്രം. ഈ ദെക്കപ്പൊലി എന്ന് പറയുന്ന നാട്ടിലെ 2ാമത്തെ സ്ഥലം കേൾക്കണം. സിത്തോപോളിസ്. ഒന്ന് പറഞ്ഞേ. സൊത്തോപോളി. ഞാൻ പറഞ്ഞില്ല, സ്ഥലത്തിന്റെ പേര് നമുക്ക് അത്രയും ഫെമിലിയർ അല്ല, പക്ഷെ അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. സിത്തോപോളിസ് എന്ന് പറയുന്ന നാടിന്റെ പ്രശ്നം, സൂര്യഭഗവാൻ അല്ലെങ്കിൽ സൂര്യദേവൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ജലദേവത, ഈ 4 ശക്തികളും കൊടികുത്തി വാടുന്നത് എവിടാന്നറിയാമോ? സിത്തോപോളിസിൽ. ഇനി പറ, സ്ഥലം കൊള്ളാവോ? ഒരു സ്പിരിറ്റ് ഒന്നുമല്ല, 4 സ്പിരിറ്റുകൾ. 1 സൂര്യദേവൻ, 2 ചന്ദ്രൻ, 3 നക്ഷത്രങ്ങൾ, 4 ജലദേവത. ഇതിനെ 4നെയും ആരാധിക്കുന്ന ഗ്രൂപ്പാണ് ഇതിനകത്തുള്ളത് സിത്തോപോൾ. അപ്പൊ പൈശാചിക ആരാധനയുടെ കേന്ദ്രമല്ലേ ആ മണ്ണ്? ഓക്കെ. ഇനി ഈ ദെക്കപ്പൊലി എന്ന് പറയുന്ന നാട്ടിലെ 3ാമത്തെ സ്ഥലം ഞാൻ പറയാം. പെല്ലെ. ഒന്ന് പറഞ്ഞേ. മെല്ലെ അല്ല, ഒന്ന് പറഞ്ഞേ. പെല്ലെ. ഓക്കെ. ഈ പെല്ലയുടെ പ്രശ്നം എന്നറിയാമോ? റോമക്കാരുമായിട്ടുണ്ടായ യുദ്ധത്തിൽ തോറ്റോടിയ ഒരു ഗ്രൂപ്പ് പരാജയപ്പെട്ടു. അവർ തോറ്റുപോയവരെല്ലാം കൂടെ കമ്മിറ്റി കൂടി ഇവര് ചേക്കേറാൻ തുടങ്ങി ഒരു പട്ടണത്തിലോട്ട്. അവര് പോയി താമസ സ്ഥലമാണ്. ഏത് സ്ഥലം? അപ്പൊ അവിടെ ഉള്ളത് ധൈര്യശാലികളാണോ? അല്ല, പരാജയപ്പെട്ട ഗ്രൂപ്പാ, തോറ്റോടിയവരാ. അപ്പൊ ആ സ്ഥലം അത്രേ ഓക്കെ അല്ല. ഇനിയൊരു സ്ഥലമുണ്ട്. സത്യത്തിൽ ആ സ്ഥലത്തിന്റെ 4ാമത്തെ സ്ഥലത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, തോറ്റുപോയ പടയാളികളെ കൊന്നതിന് ശേഷം കൊന്ന പടയാളികളുടെ ശരീരത്തിന് തോലുരിക്കും. അച്ഛാ, ഈ ആടിന്റെ ഒക്കെ തോലുരിക്കത്തില്ലേ? മൃഗങ്ങളുടെ തോലുരിക്കത്തില്ലേ? ഇതുപോലെ മനുഷ്യന്മാരുടെ തോലുരിച്ച് കൊണ്ടുപോയി തൂക്കിയിടുന്നത് ദെക്കപ്പൊലിക്കകത്താ. ഹല്ലേലൂയ പറഞ്ഞേ. ഇനി നിങ്ങൾ പറ, ദെക്കപ്പൊലി കൊള്ളാവോ? അവിടെ ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് തന്നാൽ പഠിക്കാൻ പോന്നോ? ഇല്ല. ഒരു 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 കല്യാണം അവിടെ നിന്ന് വരുന്നുണ്ട്, വിടുന്നോ കൊച്ചിനെ? ഇല്ല. ഈ 4 സ്ഥലം കേട്ടപ്പോൾ തന്നെ ദഹിച്ചില്ല വാസേ. സൂര്യദേവനോ, ചന്ദ്രനോ, നക്ഷത്രങ്ങളോ, ജലദേവതയോ, കൊന്നവരുടെ മൃതശരീരത്തിനകത്തും തൊലി ഉരിഞ്ഞ് കൊണ്ടുപോയി തൂക്കിയിടുന്ന സ്ഥലവും മൃഗീയമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. ഏത് സ്ഥലം? ദെക്കപ്പൊലി. അങ്ങാണ് ഒരുത്തൻ കത്തിയാലും പുറത്തു വരത്തില്ല, ഹൈഡ് ചെയ്ത് പിടിക്കും. ആ സ്പിരിറ്റാ ഇവിടെ ഉള്ളത്, ദെക്കപ്പൊലിക്കകത്തുള്ളത്. സ്തോത്രം. ഇനി നിങ്ങൾ പറ, ഈ ദെക്കപ്പൊലി ഒന്നും കൊണ്ട് മനോഹരമല്ല. ഇനി നമ്മൾ വായിച്ച അധ്യായത്തിൽ ഇതൊന്നും മനസ്സിലായില്ലേലും ഇവിടെ എന്തോ ഉണ്ടെന്നറിയാമോ? കല്ലറ മാത്രമല്ല, യഹൂദന്മാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു സംഭവം പന്നിക്കൂട്ടം. അതെവിടെ ഉണ്ട്?
സ്വത്രം. അപ്പൊ ഒന്നും കൊണ്ട് ഈ സ്ഥലം മനോഹരമല്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്ക് ഞാൻ പറയാം. ഇവൻ കിടക്കുന്നത് എവിടാ? ഇനി അവന്റെ വിടുതലിന് വേണ്ടി ആര് പോവും? സിൻസിയറായിട്ട് ഞാൻ പറയാം. ഈ ദൈവദാസനടുത്ത് പറയാം, പാസ്റ്റേ ഇങ്ങനെ ഒരുത്തൻ അവിടെ ഉണ്ട്, ഞാൻ വരികയല്ല, പാസ് പോകാൻ പറഞ്ഞാൽ ഞാൻ പോകുമൊന്നുമില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ, മെനക്കേട്. അവിടെ പോയി ഉള്ള തലവേദന എല്ലാം കൂടെ തലയ്ക്കകത്ത് വലിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് പോകാതിരിക്കുന്നയാച്ച. അതും ക്രൂസൈഡൊന്നും അല്ല അവിടെ നടക്കാൻ പോകുന്നത്. ഒറ്റ ഒരുത്തന്റെ വിടുതൽ. ആര് പോവും? ഒറ്റ ഒരുത്തന്റെ വിടുതൽ. വലിയ ക്രൂസൈഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഇച്ചിരി വണ്ടിക്കൂലി മുടക്കി സൗത്ത് ആഫ്രിക്ക എവിടെങ്കിലുമൊക്കെ പോയേനെ. പക്ഷെ ഇത് ഒറ്റ ഒരുത്തന്റെ വിടുതൽ. ആര് പോവും? ആരും പോകത്തില്ല. ആരും പോകാത്ത മണ്ണിൽ വണ്ടിക്കൂലിയും മുടക്കി പടകും പിടിച്ച് പ്രതികൂലത്തിന്റെ കാറ്റിനെയും ശാസിച്ച് മരണത്തിന്റെ കെണി പടകിനെ കാർന്നു പിടിക്കാൻ ശ്രമിച്ച രാത്രിയിൽ തമ്പുരാൻ അതിനെയും ബന്ധിച്ച് ആ പട്ടണത്തിലോട്ട് കാലെടുത്ത് വെക്കുക. എൻ്റെ ഒരു ലോക്കൽ ഭാഷ പറഞ്ഞാൽ ജീവനെ പോലും പണയം വെച്ച്. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, അകത്ത് അഭിഷേകമുള്ള ഒരുത്തൻ ഇതിനകത്തുണ്ടെങ്കിൽ പൈശാചിക ബന്ധനം ബന്ധിച്ചവന്റെ ബന്ധനം കണ്ടിട്ട് അവൻ ഇരുപ്പുറക്കത്തില്ല. അകത്ത് ദൈവശക്തിയുള്ളവൻ. സ്ഥലം പ്രശ്നമല്ലവന്. സ്ഥലത്തിന്റെ സാഹചര്യത്തെ അവൻ പൊട്ടിക്കും, അന്തരീക്ഷത്തെ അവൻ ഭേദിക്കും. ഇന്ന് രാത്രി കൃപയുള്ള ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവി പറയണം, ദൈവശക്തി എന്റെ മേൽ വ്യാപരിക്കുമ്പോ ആമൻ മരുഭൂമിക്കകത്ത് തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞാലും ആമൻ ശക്തി എന്റെ അകത്തുണ്ടെങ്കിൽ എനിക്ക് സ്ഥലം ഒരു വിഷയമല്ല. ഈമൻ കൃപയുള്ളവർ ഇന്ന് രാത്രി ഒന്ന് ആത്മാവിന്റെ ശക്തിയോടെ ആവർത്തിച്ചു പറഞ്ഞ് അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി പറയുക, എഴുന്നേൽക്ക് ഫിലിപ്പോസേ, തേരിനോട് ചേർന്ന് നടക്ക്. തേരവട തേര് നിൽക്കുന്നത് മരുഭൂമിക്കകത്ത്. ആരുടെ വിടുതലിന് വേണ്ടി? ഒറ്റ ഒരു ഷണ്ടന്റെ വിടുതലിന് വേണ്ടി. ഇന്ന് രാത്രി സ്വർഗം നിന്നെ അയച്ചാലും സ്ഥലം ഇന്ന് രാത്രി നിനക്കൊരു പ്രശ്നമാകരുത്. കാരണം നിന്നെ വിടുവിച്ച കർത്താവ് സ്ഥലം നോക്കാതെ നിന്റെ ചേറിനകത്തേക്ക് ഇറങ്ങി വന്നവന്. ആരും ഇറങ്ങാത്ത ചേറിനകത്തേക്ക്, ആരും ഇറങ്ങാത്ത ചെളിക്കൂട്ടത്തിനകത്തേക്ക് ഇന്ന് രാത്രി കർത്താവ് ഇറങ്ങി വന്നപ്പോൾ ഏറ്റവും പുറംപറമ്പിൽ എഴുതത്തള്ളപ്പെട്ടു പോയ എന്നെ ഇന്ന് രാത്രി കർത്താവ് ഉയർത്തിയത് ദൈവം ഇറങ്ങി വന്നത് കൊണ്ടാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം ആരുടെയോ മേലൊരു നിയോഗം അയക്കുകയാ. എനിക്കറിയാം ഇന്ന് രാത്രി ഇതൊരു ഉപവാസ പ്രാർത്ഥനയാ. പക്ഷെ ഒരു മിഷന്റെ അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരുടെ സ്വർഗത്തിലെ ആത്മാവ് ഇന്ന് രാത്രി കൊടുക്കുന്നുണ്ട്. ഒരു മിഷന്റെ അഭിഷേകം. ആരും കേറാത്ത സ്ഥലത്ത് കയറാൻ, ആരും കേറാത്ത വീടുകൾക്കകത്ത് കയറാൻ, ആരും കേറാത്ത ചില പട്ടണങ്ങൾക്കകത്ത് കയറാൻ, ആര് ശ്രമിച്ചിട്ട് നന്നാകാത്ത ചിലരെ നന്നാക്കാൻ. ഓ രക്തം ശയ്യം, 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 രക്തം ശയ്യം. എത്ര പേർക്ക് വേണം ഇന്ന് രാത്രിയിൽ ആ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി? ഈമേൻ 10 പേരുള്ള മീറ്റിംഗിൽ എല്ലാവർക്കും പോകാൻ ഇഷ്ടമാ. വലിയ ക്രൂസൈഡിനകത്ത് ഷോ ഓഫ് കാണിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാ. ഇന്ന് രാത്രി കർത്താവ് പറയും, ആരും പോകാത്തടത്ത്, ആരും കേറാത്തടത്ത് എന്നെ ഒന്ന് അയക്കണേ എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ടെങ്കിൽ അവരൊന്ന് വിശ്വസിച്ചു പറ, അപ്പോ ഇന്ന് രാത്രി ഞാൻ പുറപ്പെടാൻ പോവാ. ദൂതിനൊക്കെ സ്വർഗം ഇന്ന് രാത്രി തിരിക്കയാ. ഒരു മിഷൻ ചലഞ്ചിന്റെ അഭിഷേകം ഇന്ന് രാത്രി, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ മേൽ ഇറങ്ങി വരികയാണ്. ബുദ്ധി കൊണ്ട് നിനക്ക് പോകാൻ പറ്റത്തില്ല. കുരുക്കപ്പെട്ട മണ്ണ. ബുദ്ധി കൊണ്ട് നിനക്ക് പോകാൻ പറ്റത്തില്ല. ബന്ധിക്കപ്പെട്ട സ്ഥലമാ. ദക്കപ്പൊലി എന്ന് പറയുന്നത് വൈശാലികാത്മാവിന്റെ ഇരിപ്പിടമുള്ളതാ. പന്നികൾ കൊടികുത്തി വാടുന്ന മണ്ണ്, ശവക്കല്ലറകൾ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്ന സ്ഥലം. ബുദ്ധി കൊണ്ട് നിനക്ക് പോകാൻ പറ്റത്തില്ല ബ്രദറെ. ഇന്ന് രാത്രിയിൽ അകത്ത് കൃപയുള്ളവന് ഒതുങ്ങിയിരിക്കാനും പറ്റത്തില്ല, ബുദ്ധിയുള്ളവന് പോകാനും പറ്റത്തില്ല, അകത്ത് അഭിഷേകമുള്ളവന് ഒതുങ്ങിയിരിക്കാനും പറ്റത്തില്ല. ഒരു ലോക്കൽ ഭാഷ ഞാൻ പറയുമ്പോൾ തെറ്റാന്ന് എനിക്കറിയാം, പക്ഷെ ഞാനങ്ങ് നിയോഗത്തോടെ പറയുക. പേ പിടിച്ചൊരു നായി നാടിനകത്ത് മുഴുവനും ഓടി നടക്കുന്നത് പോലെ ദൈവശക്തി നിന്റെ അകത്ത് കയറിയാൽ പിന്നെ നിനക്ക് ഇരിപ്പുറയ്ക്കുകയില്ല. ആമേൻ. ബന്ധിക്കപ്പെട്ടവന്റെ വീടിനകത്തേക്ക് സ്വർഗം നിന്നെ അയക്കും. കുരുക്കപ്പെട്ടവന്റെ ജീവിതത്തെ തൊടാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. ആമേൻ. ഉടയപ്പെട്ടു പോയ ചില ജീവിതത്തെ പണിയാൻ ദൈവം നിന്റെ മേലൊരു പുത്തൻ കൃപയും ഇന്ന് രാത്രി പകരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിന് ഇന്ന് രാത്രി ആ ദൈവശക്തിയുടെ ഭാവ ചിലരുടെ ശരീരത്തിനകത്തേക്ക് യേശുവിന്റെ നാമത്തിൽ ചിലർ ഇന്ന് രാത്രി കാഴ്ചക്കാരായിരിക്കുമ്പോ ഒരു ദൈവശക്തി ഇന്ന് രാത്രി വിലപിടിപ്പിന്റെ ഒരു അനോയിന്റിങ് ചിലതിനെ വിടിവിക്കാൻ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ട് നടക്കാത്ത ചില വിഷയത്തിന്റെ കെട്ടടിക്കാൻ ഇന്ന് രാത്രി ഒരു മിഷന്റെ അഭിഷേകം നിന്റെ ശിരസിലെ യേശുവിന്റെ നാമത്തില്
രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. പ്രാർത്ഥിക്കുന്ന അഭിഷക്തനെ, പ്രാർത്ഥിക്കുന്ന ദൈവദാസിയെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്. എന്തിനാ ഇങ്ങനെ ജീവിതം വെറുതെ തള്ളി നീക്കുന്നേ? വെറുതെ കെട്ടിയടക്കപ്പെട്ടൊരു ഹോളിനകത്തിരുന്ന് എന്തിനാ കൈയടിച്ച് ജീവിതം തീർക്കുന്നേ? പുറത്തോട്ടിറങ്ങ്. ചില ഗദരദേശത്തിലോട്ട് നീ കാലെടുത്ത് വെക്ക്. ആർക്കും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളെ ചെയ്യാൻ ഇന്ന് രാത്രി ഒരു മിഷന്റെ അഭിഷേകം നിന്റെ ശിരസിനകത്തേക്ക്. ചിലര് പറ, ഇന്ന് രാത്രി ഞാൻ പോകാമപ്പോ, ഇന്ന് രാത്രി ഞാൻ പോകാമപ്പോ. ദൈവകൃപ ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. ആരും പോകാത്തിടത്ത് പോകാൻ, ആരും ചലിക്കാത്തിടത്ത് ചലിക്കാൻ, ആരും ഇറങ്ങാത്തിടത്തിറങ്ങാൻ, ആരും തൊടാത്ത വിഷയങ്ങളെ തൊടാൻ. രണ്ട് ഓപ്ഷൻ നമുക്കുണ്ട്. ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം, പ്രാർത്ഥിക്കാൻ പോവുക. രണ്ട് ഓപ്ഷൻ നമുക്കുണ്ട്. ഒന്നെങ്കിൽ അകത്ത് കയറിയ കർത്താവിനെ മനസ്സിനകത്ത് ഇരുത്തിക്കൊണ്ട് ഞായറാഴ്ച ഒരു സഹായം കൊണ്ടും ജീവിതം തീർക്കാം. ഒരു സ്വത്രം പറഞ്ഞേ. ഒന്നാമത്തെ നമ്മുടെ ഓപ്ഷൻ, അകത്ത് കയറിയ കർത്താവിനെ അകത്തിരുത്തിക്കൊണ്ട് രണ്ട് കൈയടിച്ച് ജീവിതം തീർക്കാം. ഒരു സ്വത്രം പറഞ്ഞേ. അകത്ത് കയറിയ അഭിഷേകം അകത്ത് വെച്ചോണ്ട് തന്നെ ഒരു ഫ്രൈഡേ മീറ്റിംഗിന് പാസ്റ്ററെ കണ്ട് പ്രസാദിച്ച് നമുക്ക് തിരിച്ച് സന്തോഷത്തോടെ വീട്ടിൽ പോകാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ. എന്നാൽ രണ്ടാമത്തെ നമ്മുടെ ഓപ്ഷൻ, അകത്ത് കിട്ടിയ അഭിഷേകത്തോടെ നമുക്ക് പുറപ്പെടാം. അകത്ത് കിട്ടിയ ദൈവശക്തിയോടെ നമുക്ക് പുറപ്പെടാം. ഒരൊറ്റ ആയുസല്ലേ ഉള്ളോ? അതിന്റെ പകുതി വർഷങ്ങൾ കഴിഞ്ഞില്ലേ? ഇനി പകുതി വർഷമല്ലേ ഉള്ളോ? ഞങ്ങളുടെ ചർച്ചയിൽ ഇന്നേക്ക് ചില നാളുകൾക്ക് മുമ്പ് കുഞ്ഞുങ്ങളൊരു യൂത്ത് മീറ്റിങ്ങിനകത്ത് പ്രോഗ്രാം നടത്തി, ഒരു കളി നടത്തി, ഒരു ഗെയിം നടത്തി. ഗെയിമിന് അവർ തെരഞ്ഞെടുത്തത് തന്നെയാ. ഗെയിം എന്താണെന്നറിയാമോ? വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കളി. സ്തോത്രം. അവരെൻ്റെ ചോദിച്ചു, പാസ്റ്റർ ചാച്ചൻ എത്ര വയസ്സായി? ഞാനെൻ്റെ വയസ്സ് പറയാൻ നാണുള്ളൊരു വാസമല്ല. സ്തോത്രം. നാണക്കേടുള്ളൊരു വാസമല്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു എനിക്ക് 35 വയസ്സായി. അവർ പറഞ്ഞു, പാസ്റ്റർ ബൈബിളിന്റെ അടിസ്ഥാനം 70 ഏറെയായ 80. അത്രയും പോകുന്നൊന്നുമില്ല. ഇപ്പൊ തന്നെ വയറൊക്കെ ഇറങ്ങി. ഒരു സ്വതന്ത്രം പറഞ്ഞേ. സ്വതന്ത്രം. എന്നാലും 70 ഏറെയായാൽ 80. എന്നാൽ അച്ഛൻ ഒരു 70 വയസ്സ് വരെ ജീവിക്കുന്ന രീതിക്ക്. അങ്ങനെയാണെങ്കിൽ 35, 70, ബാക്കി ബാലൻസ് ഇത്ര വർഷം ഇൻറ്റു 365 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വയസ്സ് ദിവസക്കണക്കിലേക്ക് നമ്മൾ കൊണ്ടുവരാം. അങ്ങനെ അവർ ദിവസം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഏതാണ്ട് 12,000 ദിവസം ഇനി ഭൂമിയിലുള്ള. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അയ്യോ, എൻ്റെ ചങ്കിന് ഇടുപ്പങ്ങ് കൂടി. എനിക്ക് 12,000 ദിവസമേ ഉള്ള ഈ ഭൂമിയിൽ. ഇനി നിങ്ങൾ ഒത്തിരി സന്തോഷിക്കേണ്ട, നിങ്ങൾക്ക് അത്രയും പോലും ഇല്ല. കണ്ട പറകിലൊക്കെ ഇരിക്കുന്ന പ്രായമുള്ള അപ്പച്ചൻ അമ്മച്ചിമ്മ, നിങ്ങൾക്കൊരു കഷ്ടിച്ച് 4,000 ദിവസം കാണും. ഈ നടുവിലിരിക്കുന്ന 45 വയസ്സ് പ്രായമുള്ളവർ, 50 വയസ്സ് പ്രായമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഒരു 6,000 ദിവസം കഷ്ടിച്ച് കാണും. സ്തോത്രം. ഇനി എത്ര നാളുണ്ടെന്നാ? കിട്ടിയ അഭിഷേകത്തോടെ പുറപ്പെടുന്നേ. ചില പിശാച് ചിലതിനെ ബന്ധിക്കുമ്പോൾ അവന്റെ ബന്ധനത്തെ അഴിക്കാൻ ഇന്ന് രാത്രി നീ പുറപ്പെടും. ആരും കയറാത്ത മണ്ണിലേക്ക് നീ കാലെടുത്ത് വെക്ക്. ഇതുപോലെ ബൈബിളിനകത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് കേൾക്കണോ? ഇതുപോലെ ബൈബിളിനകത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേരെന്ന് പറയുമ്പോൾ സോർ സീദോൻ. എന്നാ? സോർ സീദോൻ. ഒറ്റ മനുഷ്യൻ കയറുകയല്ല. ഒറ്റ മനുഷ്യന് കയറാൻ പേടിയാ. കാരണം സോർ സീദോന്റെ പ്രശ്നം ജാതീയ ശക്തി കൊടികുത്തി വാടുന്ന മണ്ണ്. പഴയ നിയമത്തിൽ ഒരു പ്രളയം വന്നു. പ്രളയത്തിൽ കുറച്ചുപേര് രക്ഷപ്പെട്ടവർ 8 പേര്. 8 പേര് ആരൊക്കെയാന്ന് പെട്ടെന്ന് പറഞ്ഞ്. നോഹയും കുടുംബമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. വാസ പെട്ടെന്ന് നിർത്തിവെച്ചും പോലും ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ നോഹയുടെ ഭാര്യ, 3 പിള്ളേർ ഭാര്യമാര്. നോഹ പുറത്തിറങ്ങിയച്ചാ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, വീഞ്ഞു കുടിച്ചു, ലഹരി പിടിച്ചു, മത്തനായി, വസ്ത്രം മാറി കൂടാരത്ത് കിടന്നപ്പോ നോഹയ്ക്ക് 3 മക്കൾ. പെട്ടെന്ന് പറഞ്ഞ പേര് ഷേം, ഹാം, യാഫേത്ത്. അതിലൊരു കുരുത്തം കെട്ടവനുണ്ട്. കുരുത്തം കെട്ടവന്റെ പേര് പറ. ഹാം ചെയ്ത കുരുത്തക്കെട്ടൻ അപ്പന്റെ നഗ്നത കണ്ടു. ലഹരി വിട്ടോണ നോഹ ഹാമിനെ ശപിക്കാൻ പോവുക. എടാ നീ ശപിക്കപ്പെടും കേട്ടോ, നീ എന്റെ നഗ്നത കണ്ടോ. അന്നും ഇന്നും ദൈവത്തിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യങ്ങളിൽ ഒന്നാണ് അന്യന്റെ നഗ്നത കാണുന്നതും അത് അനാവൃതമാക്കുന്നതും. ഇറ്റ്സ് എ കേഴ്സ്. ഞാനതിനെ പാപമൊന്നല്ല വിളിക്കുന്നേ. ഇറ്റ്സ് എ കേഴ്സ്. അത് ശാപമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ മനോഹരമായ വസ്ത്രധാരണമാണ്. സ്തോത്രം. എറണാകുളം ഭാഗത്തും ബാംഗ്ലൂരൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ അയ്യേ ഷെയിം തോന്നും. പപ്പി ഷെയിം. സ്തോത്രം. ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നഗ്നതകൾ പ്രദർശിപ്പിക്കുന്നതും നഗ്നതകൾ കാണുന്നതും അന്നും ഇന്നും ദൈവത്തിന് വെറുപ്പുള്ള കാര്യങ്ങളൊന്നാണ്. സ്തോത്രം. ഇവിടെ നഗ്നത കണ്ട ഹാമിനെ ശപിക്കാൻ പോവുക. ശാപത്തിന്റെ വാക്കുകൾ അഴിച്ചുവിട്ടപ്പോ ഹാം എന്ന് പറയുന്ന മകനെ മാത്രമല്ല, അപ്പച്ചനൊരു കൊച്ചു കൊളുത്ത് കേൾക്കണേ. കനാൻ ശപിക്കപ്പെട്ടു. ആരാ കനാൻ? ഹാമിന്റെ മോനാണ് കനാൻ. അപ്പൊ നോഹയുടെ ആരാ? കൊച്ചുമോൻ. മകനെ ശപിക്കുന്നതിന് പകരം അപ്പച്ചനിട്ട കൊളുത്ത് കൊച്ചുമോനെ കൂടെ ശപിച്ചിട്ടു. അവൻ വളർന്നു വലുതായി. അവൻ പോയി ഒരു സ്ഥലത്ത് അവൻ ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. അവിടുന്ന് കുറെ പിള്ളേർക്ക് ജന്മം കൊടുത്തു. ആ പിള്ളേരുടെ പേര് കടുകട്ടിയുള്ള പേരുകളാണ്. വായിക്കാനൊന്നും കണ്ട ഉൽപ്പത്തി 10-15 കടുകട്ടിയുള്ള പേരുകളാണ്. ഇത്രയും പിള്ളേരെ കനാൻ ജനിപ്പിച്ചു. അവസാനം കനാൻ അതിര് പങ്കിട്ടു. അങ്ങനെ അതിര് പങ്കിട്ടപ്പോൾ ഉൽപ്പത്തിയിൽ ആദ്യമായ വാക്യം എഴുതി വെച്ചു, കനാന്യരുടെ അതിര് സീദോൻ. എവിടാ? നഗ്നത കണ്ട അനാവൃതമാക്കി ശപിക്കപ്പെട്ട മക്കളും കൊച്ചുമക്കളും വന്ന് താമസിക്കുന്ന മണ്ണ. ഏത് മണ്ണ്? സീദോൻ. ആ സ്ഥലത്തുനിന്ന് പുതിയ നിയമത്തിൽ ഒരു ആന്റി ഓടി വന്നു. അവളെ പേര് ബൈബിളിനകത്തില്ല. അവളെ സ്ഥലത്തിന്റെ പേരിൽ പരിശുദ്ധാത്മാവ് അഡ്രസ് ചെയ്തു, കനാനി സ്ത്രീ. ആരാ?
ശപിക്കപ്പെട്ടവൾ. അവളെ പേരെഴുതാത്തത് ആ സ്ഥലത്തിന്റെ രൂക്ഷത മനസ്സിലാക്കാനാ. കനാനി സ്ത്രീ, അപ്പന്റെ നഗ്നത കണ്ട് അനാവൃതമാക്കിയ തലമുറകളെ ശപിക്കപ്പെട്ട മണ്ണിൽ താമസിച്ചവൾ കനാനി സ്ത്രീ. അവൾ ഓടി വന്നു. ഒറ്റക്കാര്യം, അവളെ പ്രശ്നവും കൊച്ചിന്റെ അകത്ത് എന്തോ ഇരിപ്പുണ്ട്. കനാനി സ്ത്രീയുടെ പ്രശ്നം, കൊച്ചിന്റെ അകത്ത് എന്തോ ഇരിപ്പുണ്ട്. ഒരാത്മാവ് അവൾ അകത്ത് കയറി പിടിച്ചിരിക്കുക. ഈ മണ്ണിനകത്തെല്ലാം കൊടികുത്തി വാഴുന്ന ദുരാത്മാവ. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഭരിക്കുന്നത് പൈശാചികാത്മാവ. ഇന്ന് രാത്രി കൃപയുള്ള ഒരുത്തൻ ആ പട്ടണത്തിലോട്ട് കയറി വരാമെങ്കിൽ കർത്താവ് പറയാ, നിന്റെ വിശ്വാസം ഭയങ്കരമാ, കൊച്ചിനെ സ്വർഗം സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവി ചിലർ പറ, അഭിഷേകത്തോടെ ഞാനൊന്ന് ഇറങ്ങാൻ പോവാ വാശ്രേ. ഈ ദൂതൊക്കെ ശരിയാണെങ്കിൽ പിശാച് ബന്ധിച്ച ചില രോഗബന്ധനങ്ങളെ അഴിക്കാനും, പിശാച് ബന്ധിച്ച ചില ശരീരത്തിന്റെ നന്മകളെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാനും, പിശാച് ബന്ധിച്ച ഞങ്ങളുടെ കൊച്ചുങ്ങളുടെ ഭാവിയെ തുറക്കാനും ദൈവദാസൻ എന്നെ മനസ്സ് തുറന്ന് ഞാൻ പറയാം, ഈ ദൂതിന്റെ മുൻപാകെ ഈ പട്ടണം എല്ലാം ഒന്നും രക്ഷപ്പെട്ടില്ലേലും ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ വീടിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി നടക്കണം. നമ്മുടെ വീടിനെ നമ്മൾ പോലും അറിയാതെ അടക്കി ഭരിക്കുന്ന ചില ദുരാത്മ മണ്ഡലത്തെ ഇന്ന് രാത്രി നമുക്ക് വെട്ടച്ചെന്ന് നിലത്ത് തള്ളിയിടണം. യേശുവിന്റെ നാമത്തിനകത്ത് ഒരു ദൈവശക്തിയുടെ അഭിഷേകം ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവന്റെ ശിരസിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നീ വിട്ടേച്ചു വന്ന നിന്റെ വീടിനകത്ത് നീ പോലും അറിയാതെ വാഴുന്ന ചില സ്പിരിറ്റുകളെ എന്റെ കർത്താവ് ഇന്ന് രാത്രി ശാസിക്കട്ടെ യേശുവിന്റെ നാമത്തില്. മക്കളെ, ഇത് മനസ്സിലാക്കാൻ അഭിഷേകം വേണം. ഇത് മനസ്സിലാക്കാൻ അഭിഷേകം വേണം. സ്തോത്രം. ഒന്ന് വരാവോ? ഒറ്റ മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോവാ. ഒരപ്പൻ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. സത്യത്തിൽ ഇവന് ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കുന്നതും ഇല്ല. നമ്മളായിരുന്നെങ്കിൽ എന്തോ പറഞ്ഞേനെ? ഞങ്ങൾ കൊല്ലംകാരാണെങ്കിൽ പറഞ്ഞ പുഷ്പഗിരിയിൽ ഒരു നല്ല ഡോക്ടർ, അഭിഷേകം ഇല്ലാത്തവൻ അത് പറയും. യേശുവിൻ്റെ അകത്ത് ഭാഗത്തുനിന്ന് ആത്മാവാ. യേശു പറഞ്ഞു, ഇവന് കേൾവിക്കുറവല്ല പ്രശ്നം, ഇവന് സംസാരിക്കാത്തല്ല പ്രശ്നം. ഒരാത്മാവ്, ചെകിടനും ഊമനുമായ ആത്മാവേ അവനെ വിട്ടുപോകും എന്ന് വെച്ചാൽ ഇവന്റെ ശരീരത്തിന്റെ ബലത്തെ കെടുത്തിക്കളഞ്ഞത് ഒരു സ്പിരിറ്റാന്ന് യേശുവിന് മനസ്സിലായി. അതിനെ ബന്ധിക്കാൻ അഭിഷേകം ഇന്ന് രാത്രി വേണം. ഇത് മനസ്സിലാക്കാൻ കൃപ ഇന്ന് രാത്രി വേണം. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ, കൊച്ചു 2 വിഷയത്തെ തോറ്റുപോയി, പഠിച്ചില്ലെങ്കിൽ തോറ്റുപോകും, ഞാൻ അതല്ല ഈ പറയുന്നത്. പക്ഷെ വാക്തത്വമുള്ള കൊച്ചിനെ നിന്റെ ഫെയിലാക്കി കളഞ്ഞത് ഒരു സ്പിരിറ്റ് ആണെങ്കിലോ, അപ്പൊ നീ ട്യൂഷൻ കൊടുക്കാൻ നോക്കുവാണോ? സ്പെഷ്യൽ ട്യൂഷൻ നടക്കുകയില്ല പണി. അത് ബുദ്ധി കുറവുള്ളതിന് ട്യൂഷനും സ്പെഷ്യൽ ട്യൂഷനും കൊടുക്കുക ബ്രദറെ. ഇത് ബുദ്ധിയുണ്ട് കൊച്ചിന്റെ അകത്ത്, പക്ഷെ വാക്തത്വത്തിന്റെ സമയമായപ്പോൾ അവളെ ഭാവിയെ ബന്ധിക്കാൻ പിശാച് ഒരു അരിയേഴ്സ് അവൾ അല്ലെങ്കിൽ ഒരു ഫെയിൽ അവളുടെ ജീവിതത്തിൽ അതിനെ പൊട്ടിക്കാൻ അഭിഷേകം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചില യാത്രകൾ ബ്ലോക്ക് ആവുക, നമ്മളപ്പോ അടുത്ത ഏജന്റിനെ പിടിക്കുക, നമ്മൾ പറയാ മറ്റേ ഏജന്റിനെ പിടിച്ചോണ്ടാ വഴി ബ്ലോക്കായേ. ഇനി എറണാകുളത്ത് ഒരു ഏജന്റ് ഉണ്ടെന്ന് പറഞ്ഞു, പുള്ളി ഫയല് റെക്കോർഡ് ചെയ്തവരെല്ലാം വിദേശത്ത് എന്ത് ചെയ്തിട്ടുണ്ട്. എന്റെ ബ്രദറെ, അതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ യാത്ര ബന്ധിച്ചത് സ്പിരിറ്റ് ആണെങ്കിലോ, ഈ എറണാകുളത്തൊന്നല്ല ഉഫ്ഗസ്ഥാനിന്ന് ഏജന്റ് വന്നാലും നീ കയറി പോവുകയല്ല. കാര്യം എന്നറിയാമോ? ഇത് സ്പിരിറ്റാ ബന്ധിച്ചത് നിന്റെ വഴി. ഈ യാത്ര ബ്ലോക്കാക്കിയത് പൈശാചികാത്മാവാ. ഇതിന്റെ കുരുക്കഴിക്കാൻ എറണാകുളത്തെ ഏജന്റും വേണ്ട, കോട്ടയത്തെ ഏജന്റും വേണ്ട. മുട്ടിന്മേൽ നിന്ന് അന്യഭാഷ പറഞ്ഞ് സ്വത്രം ചൊല്ലാമോ? ഇന്ന് രാത്രി ആ കുരുക്കഴിക്കാൻ എന്ന നാഥന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. കരം ഉയർത്തി ശക്തിയോടെന്ന് പറഞ്ഞ് ഹല്ലേലൂയ.